യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതിപ്രകാരമാണ്: ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിനെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു. ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമോ എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. മുന്തിരിങ്ങ കായ്ക്കുമോ എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. യെശയ്യാ പ്രവചനം നമുക്കറിയാം. പരിശുദ്ധ സഭയുടെ ആരാധനകളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമഭാഗം വായനയിൽ, അതുപോലെ കഷ്ടാനുഭവ ആഴ്ചയിലെ ശുശ്രൂഷകളിലും ഗാനങ്ങളിലുമൊക്കെ ആവർത്തിക്കപ്പെടുന്ന ഒരു പഴയ നിയമഭാഗമാണ്, വളരെ പ്രാധാന്യത്തോടുകൂടി. എന്താണതിന് കാരണം? നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ പറയാത്തതൊന്നും സുവിശേഷത്തിൽ സംഭവിച്ചിട്ടില്ല. സുവിശേഷത്തിൻ്റെ വിത്തുപുരയാണ് യെശയ്യാ പ്രവചനം. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം നമ്മുടെ ആരാധനയിലുമൊക്കെ ഈ പ്രവചന ഭാഗത്തിന് ലഭിക്കുന്നത്. ഇവിടെ നാം കാണുന്നു, യെശയ്യാ പ്രവചിക്കുകയാണ്. ഉപമകളിലൂടെയാണ് പ്രവചിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഉപമകളിലൂടെ പ്രവചിക്കുന്നത്? ആ പ്രവചനം വായിക്കുന്ന, കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങണം, ഒരു മഞ്ഞുപോലെ പെയ്തിറങ്ങണം, ഫലദായകമായി തീരണം, അവരുടെ ശ്രദ്ധയെ ആകർഷിക്കണം. അതിനുവേണ്ടിയാണ് ഉപമകൾ ഉപയോഗിക്കുന്നത്. നാം ഇവിടെ കാണുന്നു, യെശയ്യാ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. അപ്പോൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഒരു ഉപമ ആധാരമാക്കി എടുത്തുകൊണ്ട് യഹോവയാം ദൈവവും പഴയ നിയമ ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. പ്രവചനങ്ങളെല്ലാം പറയുന്നത് യഹോവയാം ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നു. അകന്നു പോകുന്ന ഇസ്രായേലിനെ ദൈവസന്നിധിയിലേക്ക് മാടി വിളിക്കുന്ന ദൈവം. അതാണ് ഈ പ്രവചനങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന കാര്യം. ഇവിടെ നാം കാണുന്നു, ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടത്തോട്, യഹോവയാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോട്ടത്തോട് യെശയ്യാ പ്രവാചകൻ ഉപമിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ നാം കാണുന്നു, ഞാൻ എൻ്റെ പ്രിയതമന് എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവയാം ദൈവം ഭർത്താവ്, ഇസ്രായേൽ ഭാര്യ. അങ്ങനെയാണ് പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ എല്ലാം ഗതി. അപ്പോൾ എൻ്റെ പ്രിയതമൻ, മൈ മോസ്റ്റ് ബിലവഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മണവാളനായ യഹോവയാം ദൈവം, പരിശുദ്ധ സഭയുടെ മണവാളനായ കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമത്തിൽ അത് അങ്ങനെയാകും. സഭയെ ഒത്തു വിവാഹം ചെയ്തു ആര്? കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പോകുന്നത്. പ്രിയതമൻ എന്നാൽ യഹോവയാം ദൈവം എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പ്രിയൻ? പ്രിയൻ എന്ന് പറഞ്ഞാൽ യെശയ്യാവിൻ്റെ ഉള്ളിൽ പ്രവചനത്തിൻ്റെ ആത്മാവ്. അതാണ് അവിടെ പ്രിയൻ എന്ന് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് പാട്ട്? മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട്. ഇസ്രായേൽ ഫലപ്രദമായ മുന്തിരിത്തോട്ടം. മലയാളം വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന, വേദപുസ്തകം ഉള്ളവരൊക്കെ ഒന്ന് നോക്കുക. മലയാളം വേദപുസ്തകത്തിൽ നാം കാണുന്നു, ഫലവത്തായൊരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്നാണ്. കുന്നെന്ന് നമ്മൾ മലയാളം വേദപുസ്തകത്തിൽ കാണും. എന്നാൽ എബ്രായ വേദപുസ്തകം, പഴയ നിയമത്തിൻ്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുന്നെന്നൊരു വാക്കില്ല. അവിടെ പറയുന്നത് യഹോവയുടെ മഹത്വസ്ഥാനം എന്നാണ്. പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്ത മഹത്വസ്ഥാനം, ആനയുടെ കൊമ്പിൻ്റെ ചന്ദന നിറമുള്ള മഹത്വസ്ഥാനം എന്നാണ് പറയുന്നത്. ഒരിക്കലും തീർന്നു പോകാത്ത കർത്താവിൻ്റെ ബഹുമാനം തൽസ്ഥാനത്തെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന മഹത്വസ്ഥാനം. അപ്പോൾ ഈ ഭൂമിയിൽ ഒന്നിന് നൽകാവുന്ന ഏറ്റവും പരമോന്നതമായ മഹത്വം യഹോവയാം ദൈവം ഇസ്രായേലിന് നൽകി ഒരു പർവ്വതത്തിലെ വേർതിരിക്കപ്പെട്ട ശിഖിരമായിട്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്.
ഇസ്രായേലിനൊരു വേർപാടിൻ്റെ അനുഭവമുണ്ട്. ഒരു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെയാണ്. വേർതിരിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ജീവിക്കുന്നവൻ്റെ പേരാണ്, ജീവിക്കുന്നവളുടെ പേരാണ് ക്രിസ്ത്യാനി. ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ചത്ത മീനല്ല ക്രിസ്ത്യാനി. ഒഴുക്കിനെതിരെ നീങ്ങുന്ന ജീവനുള്ള മീനാണ് ക്രിസ്ത്യാനി. ആ വലിയ ബോധ്യത്തിൽ മുന്തിരിത്തോട്ടം എന്നീ പരാമർശം എന്നീ പ്രഭാഷണത്തിൽ എവിടെയെല്ലാം കേൾക്കുന്നു, അവിടെ നമ്മുടെ കുടുംബജീവിതമാകുന്ന മുന്തിരിത്തോട്ടം. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുമെന്ന വാക്യം നമ്മുടെ വ്യക്തി ജീവിതമാകുന്ന ആത്മീയ ജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുള്ളൊരു അവസരമായിട്ട് ഈ സന്ധ്യ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു മുന്തിരിത്തോട്ടം കാണുന്നുണ്ട്. ഏതാണ് ആ മുന്തിരിത്തോട്ടം? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ് നമ്മൾ ആ മുന്തിരിത്തോട്ടം കാണുന്നത്. ആരുടെ മുന്തിരിത്തോട്ടം? നോഹയുടെ മുന്തിരിത്തോട്ടം നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിലെ വീഞ്ഞു കുടിച്ചു. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയാൽ വീഞ്ഞു കുടിക്കും. അതിനാണല്ലോ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നത്, അല്ലേ? വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു. വീഞ്ഞു കുടിച്ചാൽ ലഹരി പിടിക്കും, സ്വാഭാവികമാണ്. പക്ഷെ പിന്നീട് സംഭവിച്ചത് അത്ര സ്വാഭാവികമല്ലായിരുന്നു. എന്താണ്? തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. ഒരു മനുഷ്യൻ അവൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഓടെ കിടന്നാൽ കുഴപ്പമില്ല, നാട്ടുകാരെ കാണത്തുള്ളൂ. ഇതാരാണ് കാണുന്നത്? വീട്ടുകാരാണ് കാണുന്നത്. അങ്ങനെ സ്വന്തം കൂടാരത്തിൻ്റെ പടപ്പ് തടിയുടെ ചുവട്ടിൽ നഗ്നനായി കിടക്കേണ്ടുന്ന ഒരാളാണോ നോഹ? അത്ര തരം താഴ്ന്നവനാണോ നോഹ? അല്ല. പ്രളയശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രളയത്തിന് മുമ്പ് ആരായിരുന്നു നോഹ? പ്രപഞ്ചത്തിലെ ജീവിവർഗത്തിന്റെ സംരക്ഷണം മുഴുവൻ യഹോവയാം ദൈവം ഏൽപ്പിച്ച കൈകളായിരുന്നു നോഹയുടെ കൈകൾ. ആ ജീവിവർഗത്തെ മുഴുവൻ പെട്ടകത്തിനുള്ളിലാക്കി വിശ്വാസത്തിന്റെ ആറാറാത്തിൽ ഉറപ്പിച്ച കൈകളാണ് നോഹയുടെ കൈകൾ. നോഹ വലിയ ആളായിരുന്നു. നമ്മുടെ പിതൃപാരമ്പര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പോലെ, നമ്മുടെ ദേവാലയത്തെക്കുറിച്ച്, നമ്മുടെ പൗരാണികതയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ വലിയ പറയാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെവിടെയാണ്? അതാണ് ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നീ പണ്ട് എന്തായിരുന്നു എന്നല്ല, വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളല്ല, നീ ഇന്നെന്തായിരിക്കുന്നു എന്നതിലേക്ക് സൂക്ഷ്മതയോടെയുള്ള നോട്ടത്തിൻ്റെ പേരാണ് ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം വളരെ ശ്രദ്ധയും ജാഗ്രതയും സൂക്ഷ്മതയും ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഒരു പണിയും ഇല്ലാത്തവൻ്റെ പണിയല്ല ആത്മീയ ജീവിതം. ഒരു പണിയില്ല എന്നാൽ ആത്മീയായേക്കാം, അല്ല. അതേറെ ശ്രദ്ധയും ജാഗ്രതയും സൂക്ഷ്മതയും ആവശ്യമാണ്. വിശ്വാസത്തിന്റെ ആറാറാത്തിൽ മനുഷ്യവർഗത്തെ ഉറപ്പിച്ചവൻ തൻ്റെ കൂടാരത്തിന്റെ പടപ്പ് തടിയുടെ ചുവട്ടിലിതാ ഉടുതുണിയില്ലാതെ കിടക്കുകയാണ്. തലമുറകൾ അത് കണ്ട് ശപിക്കപ്പെടുകയാണ്. വചനം വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വചനഭാഗത്തിന്റെ പ്രസക്തി എന്താണ്? നാം നമ്മുടെ കൂടാരത്തിൽ നഗ്നനാവരുത്. ശാരീരികമായിട്ടുള്ള നഗ്നതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ നമ്മൾ വളരെ കോഷ്യസ് ആണ്. നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ തലമുറകളുടെ മുമ്പിൽ നമ്മൾ നഗ്നരാവരുത്. നമ്മുടെ അലസമായ ആത്മീയ ജീവിതം കൊണ്ടും ഭക്തിയില്ലായ്മ കൊണ്ടും ദൈവമില്ലായ്മ കൊണ്ടും സഭയെക്കുറിച്ചുള്ള ഗൗരവമില്ലായ്മ കൊണ്ടും ആരാധനയെ കൊണ്ടുള്ള അവഗണന കൊണ്ടും നമ്മൾ നമ്മുടെ തലമുറകളുടെ മുമ്പിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നഗ്നരാവരുത് എന്നൊരു വലിയ സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ മുന്തിരിത്തോട്ടം നമുക്ക് നൽകുന്നുണ്ട്. പ്രളയശേഷം നോഹ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. പ്രളയശേഷം എന്തുകൊണ്ടാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത്? അതിനു മുമ്പ് കൃഷിയുണ്ട്, പക്ഷേ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത് പ്രളയശേഷം ആണ്. എന്താ കാര്യം? പ്രളയശേഷം എക്കലടിഞ്ഞു. പ്രളയശേഷം എക്കലടിഞ്ഞു. ഭൂമി മുഴുവൻ സമനിലമായി. പർവ്വതങ്ങളിൽ നിന്ന് എക്കൽ കുത്തി ഒഴുകി താഴേക്ക് വന്നിട്ട് ഫലദായകമായി തീർന്നു. കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ സാഹചര്യം മധ്യപൂർവ്വദേശത്തൊക്കെ ഉണ്ടായി. അവർ കൃഷി ചെയ്തു, സമൃദ്ധി ഉണ്ടായി. ജീവിതത്തിൻ്റെ സമൃദ്ധികൾ നമ്മുടെ കൂടാരത്തിൽ നിറയുമ്പോൾ
ദൈവസന്നിധിയിൽ നമ്മൾ നഗ്നരാവുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ നോഹയുടെ മുന്തിരിത്തോട്ടം നമുക്ക് നൽകുന്നുണ്ട്. വീണ്ടും നമുക്ക് യെശയ്യാവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരാം. യഹോവയാം ദൈവം ഇസ്രായേലിനെ ഫലപ്രദമായ മുന്തിരിത്തോട്ടമാക്കി വേർതിരിച്ച് അതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായിട്ട് എന്തു ചെയ്തു? ഇസ്രായേലിനെ ദൈവം, യഹോവയാം ദൈവം ഫലപ്രദമായ മുന്തിരിത്തോട്ടമായി വേർതിരിച്ച് അതിനെ ഒന്നാമതായി വേലി കെട്ടി. ഒരു വസ്തു നമ്മൾ ആക്കി അഴിക്കുമ്പോൾ അതിന് ഒരു പ്രമാണം വേണം. എന്തിനൊരു പ്രമാണം വേണം? പ്രമാണമില്ലാത്തത് അഴിഞ്ഞു പോകും. വസ്തുവാണെങ്കിൽ അതിനൊരു ആധാരവും പ്രമാണവും ഉണ്ട്. സഭയാണെങ്കിൽ അതിനൊരു ഭരണഘടനയുണ്ട്. ഒരു വാഹനം വാങ്ങിയാൽ അതിനൊരു ലൈസൻസ് ടെസ്റ്റിന് പഠിക്കാൻ ഒരു പുസ്തകമുണ്ട്. ഒരു ഓവൻ വാങ്ങിയാൽ അതിനൊരു കാറ്റലോഗുണ്ട്. പ്രമാണമില്ലാത്തത് അഴിഞ്ഞു പോകും. ഇസ്രായേലിന് യഹോവയാം ദൈവം ഒരു പ്രമാണം വെച്ചു. ന്യായപ്രമാണത്തിൻ്റെ വേലി മോശ മുഖേന ഇസ്രായേലിന് യഹോവയാം ദൈവം നൽകി. ന്യായപ്രമാണത്തിൻ്റെ വേലിയാൽ ഇസ്രായേലിനെ നിലനിർത്തി. ഒരു വസ്തു വാങ്ങിയാൽ അതാക്കി അഴിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് അതിന് ചുറ്റും ചെറുതാണെങ്കിൽ ഒരു വേലി കെട്ടണം. അതിൻ്റെ പ്രമാണം നടത്തി കഴിയുമ്പോൾ ഒരു വേലി വേണം. ഒരു ഭക്തന്റെ ജീവിതത്തിന് ചുറ്റും ഒരു വേലി വേണം. യോബിന്റെ പുസ്തകം 1-2 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് വേണ്ടി ദൈവപുത്രന്മാരും കൂടെ ഒരാളൂടെ വന്നു. ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കാരണം ആ 1-2 അധ്യായത്തിലൊക്കെ വർത്താനം പറയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞത്. പ്രധാനപ്പെട്ട ആൾ അല്ലാത്തയാളുടെ പേര് നമ്മൾ പറഞ്ഞു, ദൈവപുത്രന്മാർ. പ്രധാനപ്പെട്ട ആളിൻ്റെ പേര് പറഞ്ഞില്ല. ആരാ? സാത്താൻ. സാത്താൻ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അവഗണിക്കേണ്ടുന്ന ആളേ അല്ല. സാത്താനെ അവഗണിച്ചാൽ ആത്മീയ ജീവിതം പ്രതിസന്ധിയിലാകും. ശത്രുവിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്, ചെറുതാക്കി കാണരുത്. ഞങ്ങളുടെ ഗുരുവായിരുന്ന ഇവാനിയോസ് തിരുമേനി എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈവിൾ ഈസ് എ പേഴ്സൺ എന്നാണ്. സാത്താൻ എന്ന് പറഞ്ഞാൽ അത് ഒരാളാണ്. അത് കൗൺസിലിംഗ് നടത്തേണ്ടി മാറ്റേണ്ടുന്ന സാധനമോ അതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഗുളിക കൊടുത്ത് മാറ്റേണ്ടുന്ന കാര്യമോ അല്ല. ആത്മീയ ജീവിതത്തെ നീ ഗൗരവമായി എടുത്താൽ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് സാത്താൻ കയറി വരും. സാത്താൻ നിന്നെ സ്പോട്ട് ചെയ്യും, സാത്താൻ്റെ ലിസ്റ്റിലാകും. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സാത്താൻ്റെ പോലും ലിസ്റ്റിൽപ്പെടാത്ത ആളുകളുണ്ട്. സാത്താൻ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ടെന്ന്. അതുകൊണ്ട് പേടിക്കണ്ട. എന്നാൽ യോബിനെ സാത്താൻ വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണ്, ദൈവവുമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഭൂമിയിലെല്ലാം മൂടായിട്ട് നടന്നു. അപ്പോൾ യഹോവയാം ദൈവം 2-ാം അധ്യായത്തിൽ സാത്താനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ ഭക്തനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ നീ നോട്ടമിട്ടിരിക്കുകയാണോ? അപ്പോൾ സാത്താൻ എന്താണ് 2-ാം അധ്യായത്തിൽ മറുപടി പറയുന്നത്? ഓ, ഞാൻ എങ്ങനെ ദൃഷ്ടി വെക്കും? നീ അവനും രണ്ടാമതായിട്ട് അവനുള്ള സകലത്തിനും, മൂന്നാമതായിട്ട് അവൻ്റെ വീടിനും ഒരു വേലി കെട്ടിയില്ലയോ? ആ വേലിയെ കുറിച്ചാണ് ഈ പറയുന്നത്. 3 കാര്യങ്ങളാണ്. ദൈവം തൻ്റെ ഭക്തനൊരു വേലി കെട്ടുന്നു, അവനെ അടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ പ്രാണനെ തൊടരുത്. അവൻ്റെ മാംസത്തിലൊക്കെ വേണമെങ്കിൽ നിനക്ക് ചൊറിഞ്ഞിട്ട് പോകാം, പക്ഷെ അവൻ്റെ പ്രാണനെ തൊടാൻ ജീവനുള്ള ദൈവം സമ്മതിക്കുകയില്ല. രണ്ടാമതായിട്ട് എന്താണ്? അവനുള്ള സകലത്തിനും, തൻ്റെ ഭക്തനുള്ള സകലത്തിനും യഹോവയാം ദൈവം അദൃശ്യമായ ഒരു ആത്മീയ വേലി കെട്ടും. അവൻ്റെ വസ്തുവകയ്ക്കെല്ലാം കെട്ടും. അവൻ്റെ വീടിനും, തുമ്പമണ്ണിലുള്ളതിന് മാത്രമല്ല, പത്തനംതിട്ടയും പന്തളത്തും ഉള്ളതിലൂടെ കിട്ടും. അവനുള്ള സകലത്തിനും, വിദേശത്തുള്ളതിൻ്റെ മക്കളുടെ വീടിന് ചുറ്റും വേലി കെട്ടും. പിന്നെന്താണ്? മൂന്നാമതായിട്ട് അവൻ്റെ വീടിനും, നീതിമാൻ പാർക്കുന്ന കൂടാരം. ആ കൂടാരം ഒരു ദുർഗമായി, ഒരു പ്രാർത്ഥനാ ഗോപുരമായി ദൈവസന്നിധിയിൽ എന്നും
തല ഉയർത്തി നിൽക്കും. ഒന്നിനും അതിനെ കെടുത്തിക്കളയാൻ സാധിക്കുകയില്ല. അതിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കുകയില്ല. അതിൻ്റെ മതിലിടിഞ്ഞു പോവുകയില്ല. അതിൻ്റെ തല ഉയർന്നു നിൽക്കും. ഒരു ദേവാലയ ഗോപുരം ഉയർന്നു നിൽക്കുന്നത് പോലെ ഉയർന്നു നിൽക്കും. അതാണ് വേലി. അപ്പോൾ യഹോവയാം ദൈവം ഇസ്രായേലിനൊരു വേലി കെട്ടി. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഫെൻസസ് എന്ന് പറയുന്ന ഒരു പോയുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല വേലികൾ നല്ല അയൽക്കാരെ നിർമ്മിക്കുന്നു എന്നാണ്. നല്ല വേലികൾ. പണ്ട് കാലങ്ങളിൽ നമുക്ക് നല്ല വേലികൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ കൊന്നയും പത്തലും ഒക്കെ നാട്ടി വെച്ച് ഓലയൊക്കെ ചാരി വേലികൾ എല്ലാ ഭവനങ്ങൾ, കൃഷിയിടങ്ങളാണ്. പറമ്പ് നിറച്ച് നടുതലുകൾ ഇങ്ങനെ നട്ടിരിക്കുകയാണ്. ചേന, കപ്പ, കാച്ചിൽ എല്ലാം ഇങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പോൾ വേലികളുടെ ഉദ്ദേശം എന്താണ്? പണ്ട് കാലത്തെ വേലികൾക്ക് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? കോഴി ചകയരുത്. കോഴി കയറി നടുതലുകളൊന്നും ചകഞ്ഞു കളയരുത്. ഒരു വിരുന്നുകാരൻ വന്നാൽ ഈ വേലിക്കിടയിലൂടെ ഇവിടുത്തെ അമ്മ അങ്ങോട്ട് കൈ നീട്ടും. അവിടുന്ന് കറിയും സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കും. അതെല്ലാം നടക്കും. പുഷ്പിച്ചു നിൽക്കുന്ന വേലിത്തലപ്പുകൾ, സൗഹൃദത്തിൻ്റെയും പരസ്പരം പങ്കുവെക്കലിൻ്റെയും മനോഹര കാലം. എന്നാൽ ഇന്നത്തെ വേലികൾ എന്താണ്? ഇന്ന് വലിയ മതിലുകളാണ്. ഇന്നെനിക്ക് എൻ്റെ അയൽവാസിയെ കാണണ്ട എന്നാണ് നമ്മുടെ വേലികൾ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ മതിൽ കെട്ടി അതിൻ്റെ മുകളിൽ കമ്പിയും കൂർത്ത കമ്പിയും നാട്ടി. അതിനകത്തെ അപ്പച്ചനും അമ്മച്ചിയും ഓർത്തത് ഒരു കാലത്ത് ഞങ്ങൾക്ക് ഈ വേലിക്ക് പുറത്തേക്ക് കൈ നീട്ടേണ്ടി വരികയില്ല എന്നായിരുന്നു. പക്ഷേ വെള്ളത്തിന് അതറിയത്തില്ലല്ലോ. വെള്ളം പെട്ടെന്ന് വന്ന് കയറി കഴിഞ്ഞപ്പോൾ 2 നിലയുടെ മുകളിൽ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് താഴേക്ക് എറിയുന്ന മഞ്ഞ പോലെ വീഴുന്ന റൊട്ടിക്ക് വേണ്ടി കൈ ഉയർത്തി നിന്നു. 3-ാം പക്കവും വെള്ളം ഇറങ്ങുന്നില്ല. കൊല്ലത്തുനിന്ന് മുക്കുവന്മാർ വന്നു. പാവങ്ങളുടെ വള്ളവും തുടയെല്ലാം ഈ കമ്പി കീറി. എത്ര വലിയ മതിലുകൾ നമ്മൾ നിർമ്മിക്കുമ്പോഴും അത് ചുറ്റുവട്ടങ്ങളിലേക്ക് സ്നേഹം പകരുന്ന മതിലുകളായി മാറണം. ഇസ്രായേൽ അങ്ങനെയായിരുന്നു. യഹോവയാം ദൈവം അവരെ വഴി നടത്തി. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വീണ്ടും വേലികളെ കുറിച്ച് പറയുന്നുണ്ട്. ഉത്തമഗീതം 2:15 പറയുന്നു, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ. ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. മധ്യപൂർവ്വദേശത്തെ യഹൂദ ഭവനങ്ങളിലെ വിവാഹ വീട്ടിൽ പാടുന്ന ഒരു വിവാഹ ഗാനമാണ്. പിതാക്കന്മാർ അതിന് ആത്മീയ അർത്ഥം നൽകിയിരിക്കുന്നത് അത് ആത്മീയ ജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലിയുണ്ട്. അതിന് പ്രധാന വാതിലുണ്ട്. കാവൽ മാടത്തിലിരുന്ന് യജമാനൻ നോക്കുമ്പോൾ പ്രധാന വാതിലിലൂടെ കടന്നു വരുന്ന കള്ളന്മാരെയും കുറുക്കന്മാരെയും ഒക്കെ കാണാൻ സാധിക്കും. ചുറ്റും വേലിയാണ്. പക്ഷേ ചെറുകുറുക്കന്മാർ ഇതുവഴിയാണ് വരുന്നത്, പ്രധാന വാതിൽ വഴിയല്ല. ചെറുകുറുക്കന്മാർ ഇതുവഴിയാണ് വരുന്നത്, വേലിക്ക് അടിയിലൂടെയാണ്. ദേ ഇൻട്രൂഡ്, അവർ നൂഴ്ന്നു കയറും. നുഴഞ്ഞു കയറ്റക്കാരാണ് ചെറുകുറുക്കന്മാർ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സന്ധ്യയാകുമ്പോൾ 8 മണിയാകുമ്പോൾ നമ്മുടെ വീടിന് മതിലുണ്ട്. നമ്മുടെ ഗേറ്റ് അടച്ചു. മോനകത്ത് കയറി, മോളകത്ത് കയറി, ഭർത്താവകത്ത് കയറി. മോളുടെ മുറിയിലാണ്, മോൻ്റെ മുറിയിലാണ്. അവർ കതകടച്ചിരിക്കുന്നു. അവരൊറ്റയ്ക്കാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും പലപ്പോഴും അവർ ഒറ്റയ്ക്കല്ല. അവരുടെ സ്ക്രീനുകളിൽ ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ കണ്ടേക്കാം, കൂട്ടുകാരി കണ്ടേക്കാം. അവിടെ എന്ത് സാധ്യമാണ് എന്നും പറഞ്ഞ് ഇന്ന് രാത്രി പോയി കതക് ചവിട്ടി പൊളിക്കാനല്ല. മണ്ടരാകാം, പരമമണ്ടരാകരുത്. നമ്മുടെ വീടിൻ്റെ വേലികൾ അടച്ചുറപ്പുള്ളതാകുമ്പോഴും ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയും നെറ്റിലൂടെയും ഒക്കെ ഇതൊക്കെ സാധ്യമാണ്. ആളുകൾക്കകത്ത് വരാം, ചെറുകുറുക്കന്മാർക്കകത്ത് കയറാം. രാത്രി പകലാക്കി മാറ്റാം, പകൽ രാത്രിയാക്കി മാറ്റാം. അറിഞ്ഞിരിക്കണം മാതാപിതാക്കൾ, കാവൽക്കാർ. അവർ കാവൽക്കാരാണ്. ഭാര്യയും ഭർത്താവും വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. പക്ഷേ 50-ാമത്തെ വർഷം ഡിവോഴ്സായി. എന്താ കാര്യം? എന്തോ ഒരു സ്നേഹവും എന്തോ ഒരു ചേർച്ചയുമായിരുന്നു. പിന്നെ എന്തിനാണ് ഈ 50-ാമത്തെ വർഷം ചെറുകുറുക്കൻ കയറിയതാണ്. കൊച്ച് സൺഡേ സ്കൂളിൽ വന്നിട്ട് 12-ാം ക്ലാസ്സും കഴിഞ്ഞ് 13-ാമത്തെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അത്തൈസ്റ്റായി. എന്താ കാര്യം? ചെറുകുറുക്കൻ കയറിയതാണ്. ചെറുകുറുക്കൻ മുന്തിരിത്തോട്ടത്തിൽ കയറിയാൽ അത് രാത്രിയിലാണ് കയറുന്നത്, പകലല്ല. നിന്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രികളിലാണ് നിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെറുകുറുക്കന്മാർ കയറുന്നത്. ചെറുകുറുക്കൻ രാത്രിയിൽ കയറിയാൽ മുന്തിരിയുടെ
തലക്കലല്ല കടിക്കുന്നത്, കടക്കലാണ് കടിക്കുന്നത്. രാവിലെ യജമാനൻ മുന്തിരിത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈ കടി കിട്ടിയ മുന്തിരികളും മഞ്ഞിൽ വളരെ ആരോഗ്യത്തോടു കൂടി നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല, കടി കിട്ടിയെന്നൊന്നും പെട്ടെന്ന് അറിയത്തില്ല. 50 കൊല്ലമൊക്കെ ചിലപ്പോൾ നിൽക്കും, 13ാം ക്ലാസ് വരെയൊക്കെ ചിലപ്പോൾ പോവും. പക്ഷെ കടി കിട്ടിയത് പിന്നെയായിരിക്കും അറിയുന്നത്. എപ്പോഴാണ് കടി കിട്ടിയത് അറിയുന്നത്? ഒരു വെയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ. സന്ധ്യയിൽ യജമാനൻ വീണ്ടും തൻ്റെ തോട്ടത്തിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ അനേക മുന്തിരിത്തലകൾ വാടി വീണിരിക്കുന്നു. എന്താണ്? രാത്രിയിൽ ചെറുകുറുക്കൻ കടിച്ചതാണ്. നിന്റെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ എന്ന് പറയുകയാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇടവകയെ നയിക്കുന്നവരെന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ മുന്തിരിത്തോട്ടത്തെ വേലി കെട്ടി സൂക്ഷിക്കുവാൻ യഹോവയാം ദൈവം മോശ മുഖേന ഇസ്രായേലിന് ന്യായപ്രമാണത്തിൻ്റെ വേലി കെട്ടി. അതാണ് പറയുന്നത്, മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി. രണ്ടാമതായിട്ട് എന്താണ് ചെയ്യുന്നത്? കല്ല് പെറുക്കി കളഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കല്ല് പെറുക്കി കളഞ്ഞുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ നമ്മുടെ ഈ നാട്ടുവഴി കാളവണ്ടി പോകുന്ന വഴിയായിരുന്നത് അല്ലേ? പണ്ട് മുതലേ കാറ് പോകുമായിരുന്നോ? ഇല്ല. ആദ്യം തൊണ്ടും, പിന്നെ നടവഴിയും, പിന്നെ കാളവണ്ടി വഴിയും, പിന്നെ ഇന്നത്തെ വലിയ വഴിയുമായില്ലേ? നമ്മുടെ വല്യപ്പന്മാരൊക്കെ പണ്ട് പള്ളിയിൽ വന്നിരുന്നത് ഒരു മുണ്ടും തോളിൽ ഒരു തോർത്തും ഇട്ടുകൊണ്ടാണ്. കുർബാനയ്ക്കൊക്കെ വന്ന് മുണ്ടും തോർത്തും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവർ നിന്നിരുന്നില്ലേ? അങ്ങനെ കണ്ടിരുന്ന ഒരു തലമുറയില്ലേ? തോർത്തൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അവർ പള്ളിയിൽ നിൽക്കുമായിരുന്നു. ചെരുപ്പൊന്നും ഉപയോഗിച്ചിരുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ കല്ലും മുള്ളുമൊക്കെ കിടന്നാൽ പഴയ വല്യപ്പന്മാർ എന്ത് ചെയ്യും? കാലുകൊണ്ട് അതൊന്ന് തട്ടിക്കളയും. വല്യപ്പന് പോകില്ലേ, പിന്നെ എന്തിനാണ് കാലുകൊണ്ട് തട്ടുന്നത്? പുറകെ വരുന്നവരുടെ കാലിൽ കൊള്ളരുത്. അതാണ് പഴയ കാലം. ഇന്ന് നമുക്കെല്ലാവർക്കും കുറഞ്ഞതൊരു ആക്റ്റീവെങ്കിലും ഉണ്ട്. നമ്മളാരും വഴിയിലൂടെ നടക്കുന്നുമില്ല. വഴിയിൽ കല്ലുണ്ടെങ്കിലും അറിയുന്നില്ല, അള്ളുണ്ടെങ്കിലും അറിയുന്നില്ല. നമ്മൾ കാറിൽ പോയാൽ പോലും കാറിൻ്റെ ടയറിൽ ഒരു അള്ളു കയറിയാൽ അറിയില്ല. അള്ളു കയറിയാൽ അറിയാത്ത കാലമാണ്. പണ്ടൊരു അള്ളു കയറിയാൽ ഒരു ഒച്ചയും വണ്ടി വെട്ടി സൈഡിലൊന്ന് നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, എല്ലാം ട്യൂബ്ലെസ് ആണ്. ഹാർട്ട്ലെസ് കമ്മ്യൂണിറ്റി, ട്യൂബ്ലെസ് ടയർ. അറിയത്തില്ല. അള്ളു കയറിയാൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ അറിയത്തുള്ളൂ. തുമ്പോണി കയറിയാൽ പുതുപ്പള്ളി ചെന്നേ അറിയത്തുള്ളൂ. അതാണ് കാലം. അപ്പോൾ അത്രമാത്രം നമുക്ക് ചുറ്റുമുള്ള മുള്ളുകളെ തിരിച്ചറിയാനാവാത്ത രീതിയിലായിപ്പോയിരിക്കുന്നു. എന്നാൽ യഹോവയാം ദൈവം ഇസ്രായേലിനെ എന്ത് ചെയ്തു? ഇസ്രായേലിൽ നിന്ന് കല്ല് പെറുക്കി കളഞ്ഞു. എന്താണ് യഹോവയാം ദൈവം കല്ല് പെറുക്കി കളയുന്നതിന് ഇസ്രായേലിനോട് ചെയ്തത് എന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം എടുക്കുക. അവിടെ നമ്മൾ ആദ്യം ഒരു ബാധയെക്കുറിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ 4-ാം വാക്യത്തിൽ വീണ്ടും ഒരു ബാധയെക്കുറിച്ച് കാണുന്നുണ്ട്. സംഖ്യ 11:4 കാണുന്നു, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ആരുടെ ഇടയിൽ? ഇസ്രായേലിൻ്റെ ഇടയിൽ. അവരിങ്ങനെ പോവുകയാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത കനാനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ പലപ്പോഴും അവിടെ വഴി മുടങ്ങുകയാണ്. അവരുടെ യാത്ര താമസിക്കുകയാണ്. നേരെ പോയാൽ 13 ദിവസം കൊണ്ട് ചെല്ലേണ്ടുന്ന സ്ഥലം ഈ കയ്യിലിരിപ്പ് കൊണ്ട് 40 വർഷം കൊണ്ട് പോലെയാണ് ചെല്ലുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും പരിശോധിക്കുമ്പോൾ അതുപോലെയാണ്. നേരെ പോയാൽ 13 തീരേണ്ടത് 40 വർഷത്തിലും തീരുന്നില്ല. അതിൻ്റെ കാരണം പറയുകയാണ് സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത് ആരാണ്? ഇസ്രായേല്യർ. പിന്നെ എന്താണ് ഇവിടെ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത്? അവരുടെ കൂടെ മിസ്രയീംകാർ ചിലരൂടെ പോന്നായിരുന്നു. അതങ്ങ് പെരുകി. അത് അപകടമാണ്. ജാതി കലരരുത്. സോഷ്യലിസ്റ്റമൊക്കെ പറയാൻ കൊള്ളാം. ഒരു ഭവനത്തിൽ ഒരു പ്രാർത്ഥനയായിരിക്കണം, ഒരാരാധനയായിരിക്കണം. അങ്ങോട്ട് തിരിഞ്ഞാൽ നാമജപവും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിസ്കാരവും, കിഴക്കോട്ട് തിരിഞ്ഞ് കൗമായും ചൊല്ലിയാൽ ശരിയാകില്ല. കുഞ്ഞുങ്ങളെ ജാതികൾക്ക് കൊടുക്കരുത്. അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സംഭവിച്ചവരൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ വിഷമം തോന്നരുതേ. പറയുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമാണ്. കഷ്ടപ്പെട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വെറുതെ കൊടുക്കാനല്ല. 10-18 കൊല്ലം ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്ത് ഇന്ന് എത്ര വർഷം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുത്തൊരു കുഞ്ഞ് നിൽക്കും? കൂടി വന്നാൽ 18. അത് തന്നെ കുറഞ്ഞു വരികയാണ്.
16 12 തന്നെ ആവശ്യപ്പെടുന്നു വീട് വിടുവാൻ. അപ്പോൾ അത്രയും കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ, മകനെ മകളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അവന് ദേവാലയം കൊടുത്ത്, തിരുശരീര രക്തങ്ങളുടെ സംബന്ധം കൊടുത്ത്, നോമ്പ് കൊടുത്ത്, മുഖശോഭയുള്ള കുഞ്ഞുങ്ങളായി നമ്മളിങ്ങനെ വളർത്തുകയാണ്. പലരും അത് ആഗ്രഹിക്കും. പക്ഷെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ പോരാട്ടത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം. എൻ്റെ കുഞ്ഞിനെ കർത്താവിനെ അറിയുന്ന ഒരുവന് ഞാൻ കൊടുക്കും. എൻ്റെ കുഞ്ഞിനെ കർത്താവിനെ അറിയുന്ന ഒരുവൾക്കേ ഞാൻ കൊടുക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ ജാതികൾക്ക് കൊടുക്കരുത്. അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ദുരാഗ്രഹത്തിലേക്ക് പോവുകയാണ്, ദൈവയില്ലായ്മയിലേക്ക് പോവുകയാണ്, ആഴമില്ലാത്ത ഭക്തിയിലേക്ക് പോവുകയാണ്. അവർ കരയാൻ തുടങ്ങി. ഇന്ന് അനേക കാര്യങ്ങളെക്കുറിച്ച് കരയുന്നുണ്ട്. എവിടെ ചെന്നാലും കരച്ചിലാണ്. ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മാറത്തടിച്ച് നിലവിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മുഖത്തുകൂടി ഒഴുകുന്ന കണ്ണീർ ചാലിലൂടെ കയറി വരുന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട്. അപ്പോൾ നാം എന്തിനെക്കുറിച്ച് കരയുന്നു എന്നുള്ളത് വളരെ കൃത്യമായിരിക്കണം. നമ്മളെല്ലാവരും കരയും. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട്, നിരാശരാകുന്ന നിമിഷങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ തീപ്പാതയിൽ പെട്ടുപോകാം. തള്ളക്കിളിയുടെ കൂട്ടിൽ നിന്നും താഴേക്ക് വീണുപോയി ഒരു കുഞ്ഞുകിളിയെ പോലെ നിലത്തിരുന്ന് ഒറ്റയ്ക്ക് വിറയ്ക്കുന്ന അനുഭവങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ എന്തിനെ ചൊല്ലി കരയുന്നു എന്ന് ഓരോ ഭക്തനും ഭക്തിയെ അറിഞ്ഞിരിക്കണം. ചുമ്മാ കരയരുത്. ഇസ്രായേൽ കരഞ്ഞത് ചുമ്മാ കരഞ്ഞതാണ്. അതാണ് പ്രശ്നമായി പോയത്. നമ്മൾ എന്തിനെക്കുറിച്ച് കരയുന്നു? ദൈവമേ, ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ ഒരു അധ്യായം വായിക്കാനേ എനിക്ക് പറ്റുന്നുള്ളല്ലോ. രണ്ടാമതൊരു അധ്യായം കാണുമ്പോൾ ഞാൻ സ്പ്രിങ് പോലെ ചാടി എഴുന്നേറ്റ് പോവുകയാണല്ലോ. എന്താ ഇങ്ങനെ? ആരേലും കരയാറുണ്ടോ? എനിക്ക് വേദപുസ്തകം വളരെ കുറച്ചേ വായിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വെച്ച് ആരേലും കരയാറുണ്ടോ? ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പള്ളി കുർബാന തുടങ്ങും. 9:30 ഞാൻ വരികയില്ല. എല്ലാ ഞായറാഴ്ചയും ഇതാണ്. എന്താണ് ദൈവമേ എനിക്കിങ്ങനെ? ആരേലും കരയാറുണ്ടോ? എൻ്റെ മുട്ടിന് വേദന മാറുന്നതും എൻ്റെ കൊച്ചു ഗൾഫിൽ പോകുന്നതും മാത്രമാണോ ഇന്ന് കരച്ചിലിൻ്റെ കാരണം? ആണെങ്കിൽ നമ്മുടെ കരച്ചിലിൻ്റെ കാരണങ്ങളെ നമ്മൾ കൃത്യമാക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് തിരുത്തേണ്ടതിനെ കുറിച്ച് കരയണം. ഉപരിപ്ലവമായതിനെക്കുറിച്ച് മാത്രം കരഞ്ഞാൽ പറ്റുകയില്ല. ഇസ്രായേൽ അങ്ങനെ കരഞ്ഞു. ഇസ്രായേൽ എന്താ കരഞ്ഞ കാര്യം? ഇസ്രായേൽ കരഞ്ഞത് എന്താണ്? ഇസ്രായേൽ കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരും. യഹോവയാം ദൈവം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഫറവോന്റെ ഇറച്ചിക്കലത്തിലെ ഇറച്ചിക്കറിയെക്കുറിച്ചാണ് ഇസ്രായേലിന്റെ കരച്ചിൽ. ഇസ്രായേൽ പറയുകയാണ്, ഫറവോന്റെ ഇറച്ചിക്കലങ്ങളിലെ ഇറച്ചിക്കറിക്ക് എന്ത് രുചിയായിരുന്നെന്നോ. നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊല്ലാൻ കൊണ്ടുപോകുകയാണ്. മോശയോട് ചോദിക്കുകയാണ്. മോശയാകട്ടെ ഉള്ള സകലതും വിട്ടെറിഞ്ഞ് വോളണ്ടറി എടുത്ത് ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നതാണ്. ഒന്നാന്തരം ചെറുപ്പക്കാരനായിട്ട് രാജകുമാരിയുടെ പൊന്നോമന പുത്രനായി ഇസ്രായേലിലെ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അയോധന കലകളും യുദ്ധമുറകളും എല്ലാം പഠിച്ച് വേണമെങ്കിൽ അടുത്ത ഫറവോയായിട്ട് വരാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരനെയാണ് പെരുവഴി ചാടിച്ചത്. എന്തിന്? ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ. അങ്ങാടിയിൽ ചെന്നപ്പോൾ പുറകോട്ട് വലിയുന്ന പശുവിനെ പോലെ ഇടം തിരിഞ്ഞ് നിന്നിട്ട് മോശയോട് ചോദിക്കുകയാണ്, ഞങ്ങളെ എവിടെ കൊല്ലാൻ കൊണ്ടുപോകുന്നു? മോശ തളർന്നു പോയി, നിരാശപ്പെട്ടു പോയി. ജനം തനിക്ക് നേരെ തിരിഞ്ഞപ്പോൾ ദൈവപുരുഷൻ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു. എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. കുടുംബത്തിലെ മാതാപിതാക്കളാണെങ്കിലും ഇടവക ശുശ്രൂഷയിലാണെങ്കിലും എവിടെയാണെങ്കിലും ജനം നമുക്ക് നേരെ തിരിയുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് തിരിയണം. കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും പെരുകുന്നതിൻ്റെ കാര്യം പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് നേരെ തിരിയുമ്പോൾ അവർ ആ പ്രശ്നങ്ങൾക്ക് നേരെ തിരിയുന്നു എന്നാണ്. ദൈവസന്നിധിയിലേക്ക് തിരിയണം. മോശ യഹോവയായ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ ജനത്തെ ചുമന്നോട് നടക്കാൻ ഞാൻ ഇവരെ പ്രസവിച്ചിട്ടുണ്ടോ? എന്നിട്ടാണോ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്? അത്രമാത്രം ചോദിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ തൊഴിലാണ് കയ്യിലിരിക്കുന്നത്. നാം ഇവിടെ കാണുന്നു, അവർ കരഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചിയാർ തരും. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള. രണ്ടാമതായിട്ട് ജനം പറയുകയാണ്, ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള. അത് ജനത്തിൻ്റെ വലിയൊരു തെറ്റായിരുന്നു. ആത്മീയ ജീവിതം വില കൊടുക്കേണ്ടതാണ്. സുവിശേഷം വില കൊടുക്കേണ്ടതാണ്.
ഈ സന്ധിയിൽ നിങ്ങളൊരു വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10,300 വീടുള്ള ഈ പള്ളിയിൽ 100-100 പേര് ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു വില കൊടുക്കുകയാണ്. കാരണം ഇത് വചനം നിങ്ങൾക്കിന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ആ വചനം കേൾക്കുകയാണ്. വലിയൊരു വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വില എന്ന് പറയുന്നത് പണമല്ല. പണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ്. നിങ്ങളുടെ സമയത്തിൻ്റെ വില. ജീവിതത്തിൽ നിന്ന് ഒരേട് കീറി ദശാംശമായി ദൈവസന്നിധിയിൽ വെച്ച് വചനം കേൾക്കുകയാണ്. വചനത്തിനൊരു വില കൊടുക്കണം, ആരാധനയ്ക്കൊരു വില കൊടുക്കണം, നോമ്പ് ഉപവാസങ്ങൾക്കൊരു വില കൊടുക്കണം, സഭാജീവിതത്തിനൊരു വില കൊടുക്കണം. ഇസ്രായേൽ കരഞ്ഞത് എന്തിനെ കുറിച്ചാ? ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള. ഓഫറുകളുടെ കാലമാണല്ലോ. ഒരു മന്തി വാങ്ങിയാൽ 4 മന്തി ഫ്രീ, എന്നാൽ പിന്നെ 5 മന്തി പോരട്ടെ. എവിടെ ഓഫറുണ്ടോ അവിടെ നമ്മൾ കുത്തും. ഇസ്രായേലും അങ്ങനെയായിരുന്നു, വില കൂടാതെ. അച്ഛനോട് വിളിച്ച് ചോദിക്കുകയാണ്, അച്ഛൻ അടുത്ത വ്യാഴാഴ്ച കുർബാന ഉണ്ടോ? അടുത്ത വ്യാഴാഴ്ച കുർബാന ഉണ്ടല്ലോ. എന്തായിരുന്നു? അടുത്ത വ്യാഴാഴ്ച കുർബാന ഉണ്ടെങ്കിൽ എൻ്റെ ഇച്ഛായൻ്റെ ഓർമ്മയാണ്. അപ്പോൾ അവൻ്റെ ഇച്ഛായൻ്റെ ഓർമ്മ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഇച്ഛായൻ്റെ ഓർമ്മയും കൂടെ മനസ്സിലാകാൻ പറയുന്നതാണ്, വേറൊന്നും തോന്നരുത്. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ അച്ഛന് പ്രത്യേകം കാപ്പിയൊന്നും കരുതേണ്ട കാര്യമില്ലല്ലോ. അവൻ്റെ ഇച്ഛായൻ്റെ ഓർമ്മയ്ക്ക് വില കൂടാതെ പറഞ്ഞത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. തിന്നിട്ടുള്ള എന്തൊക്കെയാണ് ഇസ്രായേൽ കൊടുക്കുന്ന ലിസ്റ്റുകൾ? വളരെ രസകരമാണത്, നമ്മളൊന്ന് നോക്കണം. തിന്നിട്ടുള്ള മത്സ്യം. എവിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ? മരുഭൂമിയിൽ. അവർ മരുഭൂമിയിൽ തിരയുന്നത് എന്താണ്? മത്സ്യം. മത്സ്യം എവിടെയായിരുന്നു? നൈലിൻ്റെ തീരത്തായിരുന്നു, മിസ്രൈമിലായിരുന്നു. അപ്പോൾ വിട്ടിട്ട് പോകുന്ന കൊതികളെ പാതി വഴി എത്തിയിട്ടും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത അനേക ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ട്. നമ്മുടെ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും, മധ്യപ്രായം പിന്നിട്ടവരായിരിക്കും, പക്ഷെ വിട്ടിട്ട് പോകുന്നതിനെ കളഞ്ഞിട്ടുണ്ടോ? ഇസ്രായേൽ കരയുകയാണ്, മത്സ്യം. വീണ്ടും പറയുകയാണ്, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി. ദിവസമുള്ളവർ നോക്കുക, ചുറ്റുള്ളി, ചുവന്നുള്ളി, വെള്ളരിക്ക. നാട്ടുകാർ ഓർക്കും പെരുന്നാൾ തീരുന്നതിന് മുമ്പ് രാത്രി ലേലം തുടങ്ങി വന്നില്ലേ? പച്ചക്കറി കടയിലെ ലിസ്റ്റല്ല. ഇസ്രായേൽ ദൈവസന്നിധിയിൽ കരഞ്ഞ കാര്യങ്ങളാണ്. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ കരയുന്ന കാര്യങ്ങളെ സ്വർഗം നോക്കുന്നു. അവർ ഗൗരവമാക്കേണ്ടതിനെ ഗൗരവമായിട്ടെടുത്തില്ല, നിസാരമാക്കേണ്ടതിനെ ഗൗരവമാക്കി. അതാണ് കാണുന്നത്. നാം സംഖ്യ 11:7 കാണുന്നു, ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു വലിയ ദൈവം എന്ന് പറയുകയാണ്, ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല. എന്നും പള്ളി പോക്കെ, എന്നും കുർബാന. കഴിഞ്ഞ ആഴ്ചയിലെ കുർബാന തന്നെ ഈ ആഴ്ചയും. എന്നും നോമ്പ്, വലിയ നോമ്പുകൾ. നമുക്ക് മാത്രം എന്താണ് ഈ വലിയ നോമ്പുകൾ? ഇസ്രായേൽ അതുപോലെ പറയാണ്, എവിടെ തിരിഞ്ഞാലും ഈ മന്ന. ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച രാവിലെ ദോശ, തിങ്കളാഴ്ച രാവിലെ ഇഡലി, ചൊവ്വാഴ്ച രാവിലെ മാവ് മിച്ചം വന്നു, വീണ്ടും ദോശ. ആ മൂന്നാമത്തെ ദോശ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കട്ടിയുള്ള ദോശയായിരിക്കും. അത് വായിലേക്ക് വെച്ചിട്ട് കളയാൻ പറ്റുമോ? കുഞ്ഞ് അമ്മയോട് ചോദിക്കും, ഇന്നും ദോശയാണോ? അനുദിന അനുഭവങ്ങളിലൂടെ അവരതിൻ്റെ സാധാരണത്വത്തിലേക്ക് പോയി, ദൈവിക അനുഭവങ്ങളെ സാധാരണമാക്കി. എന്താണ് മന്ന? സ്വർഗം തുറന്നു കൊടുത്തതാണ്. ഒരു മനുഷ്യനും അതുവരെ അതിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനും അത് കണ്ടിട്ടില്ല. മന്ന ആദ്യമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ വീണ് ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ അതിനടുത്ത് ചെന്ന് കയ്യിൽ മുട്ടുതാങ്ങി, അല്ലേ, കുനിഞ്ഞു നിന്നിട്ട് എബ്രായ ഭാഷയിൽ ചോദിച്ചു, മ അന്ന എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ്? മന്ന. അതാണ് മന്ന. അതേതെങ്കിലും ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരല്ല, അപൂർവ വസ്തു, ദിവ്യഭോജ്യം. ആദ്യം കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ച ചോദ്യമാണ്. മന്നയെക്കുറിച്ച് പറയുന്നത്, മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. അത്രമാത്രം ഇസ്രായേലിനെ കരുതി. നിന്റെ പാളയത്തിൽ മഞ്ഞ് പൊഴിയുന്നുണ്ടെങ്കിൽ മഞ്ഞയും പൊഴിയും. ഏത് വേനലിൽ രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ മുറ്റത്തെ ഇലയിലൊന്ന് തൊട്ടാൽ അതിലൊരു നനവുണ്ട്. അത് ദൈവാനുഭവത്തിൻ്റെ മഞ്ഞായിട്ട് കരുതണം. ഏത് ജീവിതത്തിൻ്റെ വറുതിയിലും എൻ്റെ പാളയത്തിന്മേൽ മഞ്ഞ് പൊഴിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ അത് തിരിച്ചറിഞ്ഞില്ല.
അവർ പറഞ്ഞു, ഇതെന്താണിത്? ദോശയുടെ രുചി, ഇത് ചെറുതാണ്, ഇത് തിന്ന് ഞങ്ങൾ മടുത്തു, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടിട്ട് മോശയ്ക്ക് വലിയ ദണ്ണമായി. മോശ യഹോവയാം ദൈവത്തോട് പറഞ്ഞു. യഹോവയാം ദൈവം എന്നാ പറഞ്ഞു? നീ മാറിക്കോ, ഞാൻ അവന്മാരോട് വർത്താനം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ മടുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് യഹോവയാം ദൈവം വർത്താനം പറയാൻ തുടങ്ങും. അതെങ്ങനെയാ പറഞ്ഞതെന്ന് നമ്മൾ കാണുകയാണ്. സംഖ്യ 11:18 നമ്മൾ കാണുന്നു, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരും, മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറയുകയാണ്. വീണ്ടും പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. യഹോവയാം ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും തന്നെ. അപ്പോൾ ദൈവാനുഭവത്തെ മാറ്റിവെച്ച് ലോകത്തിൻ്റെ ഏത് സന്തോഷങ്ങൾക്കായിട്ട് നീ ഓടുന്നോ അത് നിനക്ക് ചെടിക്കും എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. 30 ദിവസമൊക്കെ അടുപ്പിച്ച് 3 നേരം ഇറച്ചി തിന്നാൽ എങ്ങനെയിരിക്കും? അത് നിന്റെ മൂക്കിൽ കൂടി പുറപ്പെട്ട നിനക്ക് ഓക്കാനം വരുവോളം തന്നെ. ദൈവമല്ലാതെ ഈ ഭൂമിയിൽ നീ എന്തിനെ കൊതിക്കുന്നുവോ നാളെ നിനക്കത് ഓക്കാനമാണ്. ഇസ്രായേലിന് പറ്റിയ അബദ്ധമാണ്. ആത്മീയ കാര്യങ്ങളെ നിസ്സാരമാക്കരുത്. ലോകത്തിന്റെ എല്ലാം നിനക്ക് ചെടിക്കും. ഈ മണ്ണിൽ നിന്നും കിളിർത്തു വരുന്നതെല്ലാം ചെടിക്കും. സംഖ്യ 11:31 നമ്മൾ കാണുന്നു. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി. ബാധയ്ക്ക് മുമ്പ് ഒരു കാറ്റുണ്ട് കേട്ടോ. പഴയ നിയമം നമ്മൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ചുമ്മാ ഒന്നും ബാധ വരത്തില്ല, പറഞ്ഞിട്ടേ വരത്തുള്ളൂ. ഒരു കാറ്റ് ഊതും, പക്ഷെ ആ കാറ്റ് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകണം, അല്ലെങ്കിൽ ബാധ നേരെ വന്ന് കയറിയിട്ടേ അറിയത്തുള്ളൂ. ഒരു കാറ്റൂതി, കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. യഹോവയാം ദൈവം ഇസ്രായേലിന് വേണ്ടി വലിയൊരു ബഫറ്റ് ഡിന്നർ ഒരുക്കി. എന്താ ബഫറ്റിൻ്റെ പ്രത്യേകത? വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ നമ്മൾ ചെന്ന് 750-1000 കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളെ വലിയൊരു ഹോളിലേക്ക് കൊണ്ടുപോകും. അവിടെ അൺലിമിറ്റഡ് ആണ് ഫുഡ്, ഡെസേർട്ട്, സാലഡ്സ് എല്ലാം അൺലിമിറ്റഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് കെട്ടുപോകും. നമ്മൾ കഴിക്കത്തില്ലെന്നുള്ളത് അവർക്കറിയാം. അതുപോലെ ഒരു ബഫറ്റ് ഒരുക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആർത്തിക്ക് യഹോവയാം ദൈവം വലിയൊരു ബഫറ്റ് ഒരുക്കി. എന്തായിരുന്നു ആ ബഫറ്റിലെ മെയിൻ ഡിഷ്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ വായിച്ചു. എന്താണ്? കാട ഫ്രൈ. കടലിൽ നിന്ന് 10,000-കണക്കിന് കാടകളെ വരുമാറാക്കി 2 മുഴം ഉയരത്തിൽ പറന്നു നിൽക്കുമാറാക്കി. 2 മുഴമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ 2 മുഴം ഉയരത്തിൽ 1000-കണക്കിന് കാടകൾ, ഇങ്ങനെ തടിച്ച കാടകൾ പറന്നു നിൽക്കുകയാണ്. കൈകൊണ്ട് പിടിച്ചാൽ മതി. സമൃദ്ധി, സൗഭാഗ്യങ്ങൾ അല്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് കുറവ്? ഭക്ഷണത്തിന് കുറവുണ്ടോ? ധനത്തിന് കുറവുണ്ടോ? യാത്രാ സൗകര്യങ്ങൾക്ക് കുറവുണ്ടോ? ബന്ധുബലത്തിനോ മക്കളെ കൊണ്ടുള്ള അനുഭവത്തിനോ കുറവുണ്ടോ? എല്ലാവരും 2 മുഴം ഇങ്ങനെ അടുത്ത് നിൽക്കുമാറാക്കിയിരിക്കുകയല്ലേ? പക്ഷെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ യഹോവയാം ദൈവം 2 മുഴം അടുത്ത് നിൽക്കുമാറാക്കി തരുമ്പോൾ നീ എന്ത് ചെയ്യുന്നു? എന്തിന് 2 മുഴം? ഇന്ന് കൈവെള്ളയിലല്ലേ? ഇന്ന് എന്താണ് കൈവെള്ളയിലിരിക്കുന്ന ഈ സ്ക്രീനിൽ തോണ്ടിയാൽ നമുക്ക് ലഭിക്കാത്തത്? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ 50 നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ പള്ളിയിലെ ഒരു അച്ചായനെ ഒരു പ്ലാസ്റ്റിക് കൂടുമൊക്കെ തൂക്കി പാതി കഴിഞ്ഞപ്പോൾ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ കവല നിന്ന് ബാക്കി നമ്മുടെ പള്ളിക്കാരെല്ലാം കൂടെ പുള്ളിയെ കൂവി, എന്താ വാടേ ഈ പാതി നോമ്പ് കഴിഞ്ഞപ്പോഴാണോ ഈ പ്ലാസ്റ്റിക് കൂട് കൊണ്ട് മീൻ മേടിക്കാൻ പോകുന്നത്? പിന്നെ മീൻ മേടിക്കാതെ പുള്ളി തിരിച്ചു പോകുന്നതാണ്. അത്രമാത്രം ശ്രദ്ധയായിരുന്നു നമ്മുടെ ഇടവയ്ക്ക് മറ്റുള്ള ഓരോരുത്തരെ കുറിച്ചും. എന്നാൽ പ്രശ്നമില്ല. ഇന്നിപ്പോൾ ഇടയ്ക്കൊരു 25 കഴിയുമ്പോൾ ഒരു മീൻ കഷ്ണം വേണമെങ്കിൽ ഒന്ന് തോണ്ടിയാൽ മതിയില്ലേ? ഗേറ്റിനകത്ത് ചെറുക്കം കൊണ്ട് വണ്ടിയെ തരും. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ 2 മുഴം അടുത്ത് നിൽക്കുമാറാക്കി കിട്ടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? അവരുടെ ശരീരഭാഷ മാറി. മന്ന കണ്ടപ്പോൾ അവരുടെ ശരീരഭാഷ എന്തായിരുന്നു? ഓ, ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു, എന്നും ഈ മന്നയോ, ഇതിൻ്റെ രുചി ദോശയുടെ രുചിയാണ്, ഞങ്ങൾക്ക് മന്തി മതി എന്നായിരുന്നു അല്ലേ? അവരുടെ ശരീരഭാഷ. മന്ന വന്നപ്പോൾ നാം സംഖ്യ 11:8 നമ്മൾ കാണുന്നുണ്ട്, ജനം നടന്നു പിറകി. ഓ, എല്ലാവരും ഞായറാഴ്ച പോകണം, എന്നാൽ പിന്നെ ഞാനുണ്ടാ പോയേക്കാം. പെരുന്നാളാണ്, എന്നാൽ പിന്നെ ഞാനുണ്ടാ പോയേക്കാം. അതാണ് നടന്ന് പിറക്കൾ. എല്ലാവരും പോകുന്നു, ഞാനും പിറക്കും. നടന്നു പിറക്കി. നടക്കുമ്പം പെറുക്കുക. പെറുക്കാൻ നടക്കുന്നില്ല.
അവൻ യഥാർത്ഥ ഭക്തനായിരുന്നെങ്കിൽ അവൻ പെറുക്കാൻ വേണ്ടി നടന്നിരുന്നേ. ആത്മീയ അനുഭവങ്ങളെ കാക്ഷിക്കാൻ വേണ്ടി നീ നടക്കുന്നുണ്ടോ? നിന്റെ കുടുംബം നടക്കുന്നുണ്ടോ? ദേവാലയത്തിലേക്കുള്ള വഴികൾ എന്താണ്? ഇസ്രായേലിന്റെ ശരീരഭാഷ എന്താണ്? നടന്നു പെറുക്കി, പോയ വഴിക്ക് അത് വഴിയും കൂടെ ഒന്ന് കയറിയേക്കാം. പിന്നെന്ത് ചെയ്തു? തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ. ഈ കിട്ടിയ മന്ന മുഴുവൻ എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല, ദൈവാനുഭവങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത വിശ്വാസി. പലപ്പോഴും നമ്മൾ അങ്ങനെ അവസ്ഥയിൽ കൂടെ പോകുന്നുണ്ട്. തിരികല്ലിൽ ഇടിച്ചിട്ടോ ഉരലിൽ പൊടിച്ചിട്ടോ. ചിലപ്പോൾ നോമ്പ് ഉപവാസങ്ങളൊക്കെ നമ്മൾ 25 എന്നുള്ളത് 10 ആക്കും, 50 എന്നുള്ളത് 25 ആക്കും. തിരികല്ലിൽ പൊടിക്കും, ഉരലിൽ ഇടിക്കും. ചിലപ്പോൾ നമ്മുടെ യാമ നമസ്കാരങ്ങളെ നമ്മൾ കലത്തിൽ പുഴുങ്ങും. രാവിലത്തെ പറ്റിയില്ല, എന്നാൽ പിന്നെ വൈകിട്ടങ്ങി വലിയേക്കാം. ഇസ്രായേലിൻ്റെ മനോഭാവം മന്നയോടതായിരുന്നു അവരുടെ ശരീരഭാഷ. എന്നാൽ കാട വന്നപ്പോഴോ അവരുടെ ശരീരഭാഷ മാറി, അവരുടെ ബോഡി ലാംഗ്വേജ് മാറി. സംഖ്യ 11:32 നമ്മൾ കാണുന്നു, ജനം എഴുന്നേറ്റു. എന്തോ ഒരു ഉത്സാഹം! ജനം എഴുന്നേക്കുകയാണ്. അവർക്ക് കുറുവാ സംഘത്തെ പേടിയില്ല. രാത്രിയിലെ തണുപ്പ് അവർക്ക് പരാതിയില്ല. പകലത്തെ വെയിൽ അവർക്ക് പരാതിയില്ല. പള്ളിക്കകത്തെ ചൂടവർക്ക് പരാതിയില്ല. കാട വരണം. ജനം എഴുന്നേറ്റു. അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. ഒരു ഉറക്കക്ഷീണവും ഇല്ല. വർഷത്തിൽ 2 ദിവസം ഒന്ന് ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ക്ഷീണം. പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും പിടിച്ചുകൂട്ടി. നന്നാ കുറവ് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി ഇല്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്തു? പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. ദേവാലയത്തിന് ചുറ്റിലും ആ കാടയെ അവർ ചിക്കി ഉണങ്ങാനായിട്ടിടുകയാണ്. യഹോവയാം ദൈവം മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എന്താണ്? ഇതാ അങ്ങ് താഴെ തൻ്റെ ആലയം. ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവശാസ്ത്രമൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരൻ്റെ അറിവ് ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? മുകളിലാണ്. ദൈവം മുകളിലിരുന്ന് താഴേക്ക് നോക്കിയ പനോരമിക് വിഷൻ നോക്കിയപ്പോൾ അതാ അങ്ങ് ദൂരത്തിൻ്റെ പാളയം. അതിന് ചുറ്റിലും എന്തോ കാണുന്നുണ്ടല്ലോ. പെരുന്നാളാണോ? എന്നാ പ്രശ്നം? ഏതാണ്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കൊടി കെട്ടിയിരിക്കുന്നതാണോ? കുറെ കൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, കാടയെ ഉണങ്ങാനിട്ടിരിക്കുന്നു. ദേവാലയത്തെ അവർ മാംസം കൊണ്ട് അലങ്കരിച്ചു. സ്വർഗം കോപിച്ചു, ബാധ വന്നു, ജനം കൂട്ടത്തോടെ നശിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെറുക്കിക്കളയേണ്ടുന്ന കല്ലുകളെ നമുക്കിടയിൽ നിന്ന് നമ്മൾ പെറുക്കിക്കളയണം. യഹോവയാം ദൈവം ഇസ്രായേലിൽ നിന്ന് പെറുക്കിക്കളയേണ്ടുന്ന കല്ല്, ദുരാഗ്രഹത്തിൻ്റെ, അലസതയുടെ, മോഹങ്ങളുടെ പെറുക്കിക്കളയേണ്ടുന്ന കല്ലുകളെ പെറുക്കിക്കളഞ്ഞു. അതുകൊണ്ട് ആ ബഫറ്റ് എന്തായിട്ട് മാറി? അവർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി മരുഭൂമിയിൽ ഒരുക്കിയ ബഫറ്റ് ബിക്കം ആൻ അൺഫിനിഷ്ഡ് ബഫറ്റ്. പൂർത്തിയാകപ്പെടാത്ത ഒരു വിരുന്നായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ അനേക വിരുന്നുകൾക്ക് വേണ്ടി നമ്മൾ കൊതിക്കുന്നുണ്ട്. അനേക ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആഗ്രഹങ്ങൾക്ക് അന്തമില്ല. പക്ഷെ പൂർത്തിയാക്കപ്പെടണ്ടേ? പൂർത്തിയാക്കപ്പെടണമെങ്കിൽ അതിന് വേലി കെട്ടണം, കല്ല് പെറുക്കി കളയണം. മൂന്നാമതായിട്ട് നാം കാണുന്നു, യഹോവയാം ദൈവം ഇസ്രായേലാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ നിന്നൊക്കെ നല്ലത് കൊണ്ടുവന്ന് നടാമോ അതെല്ലാം നട്ടു. മോശ എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ മകൾ ആരെ വിവാഹം കഴിച്ചേ? പുറപ്പാട് 2 നമ്മൾ കാണുന്നുണ്ട്. സിപ്പോറെ വിവാഹം കഴിച്ചു. സിപ്പോറയാണ് വിവാഹം കഴിച്ചത്. മിദ്യാനിലെ പുരോഹിതനാണ്, ഒരു പുറജാതി, വേറെ ഒരു ജാതിയിൽപ്പെട്ട പുരോഹിതനാണ്. പൂർവ്വപിതാവായ യോസേഫ് വിവാഹം കഴിച്ചതോ ഓനിലെ പുരോഹിതനായ പൊത്തിഫറസിൻ്റെ മകൾ അസ്നത്തിനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ മോശ വിവാഹം കഴിച്ചതും യോസേഫ് വിവാഹം കഴിച്ചതും എല്ലാ അച്ഛന്മാരുടെ മക്കളെയായിരുന്നു. പക്ഷെ വേറെ മതത്തിൽപ്പെട്ട പുരോഹിതരുടെ മക്കളെയാണ്. അതുകൊണ്ട് അച്ഛാ ഇടയ്ക്ക് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നേ. നിങ്ങൾ ചെയ്യണ്ട. യഹോവയാം ദൈവം നല്ല നടുതലകളെ കൊണ്ടുവന്ന് നട്ടതിനെ ജാതിയാക്കി തീർത്തു. ഇനി അതിൽ കയറി നമ്മളൊന്നും ചെയ്യണ്ട.
ആ കാലത്ത് ലോക സംസ്കാരത്തിൽ ഇസ്രയേലിന് സമാനമായി ഏതൊക്കെ സംസ്കൃതികൾ ഉണ്ടായിരുന്നോ അവിടുന്നെല്ലാം ഫലവത്തായതിനെ കൊണ്ടുവച്ച് അതിനെ മനോഹരമായ ഒരു തോട്ടമാക്കി തീർത്തു. വേലി കെട്ടി, കല്ല് പെറുക്കി, നല്ല വക മുന്തിരി വള്ളി തട്ടു. നാലാമതായിട്ട് നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ലക്ഷണമൊത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലക്ഷണമൊത്ത ഒരു മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഒരു കാവൽമാടം വേണം, ഉയർന്ന ഒരു ഗോപുരം. എന്തിനു വേണ്ടിയാണ്? യജമാനൻ അതിൽ കയറി നിന്ന് ചുറ്റും വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്രയേലാകുന്ന മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു ഉയർന്ന ഗോപുരമുണ്ടായിരുന്നു. ഏതാണ് ആ ഗോപുരം? ഇസ്രയേലിന്റെ മധ്യേ ഉണ്ടായിരുന്ന ഗോപുരമാണ് യെരുശലേം ദേവാലയം. ആ ഗോപുരം അവിടെ പ്രാർത്ഥനാ ഗോപുരമായിട്ട് നിന്നു. ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനാ ഗോപുരം ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾ എവിടെയാണ് കഴിയേണ്ടത്? ആ പ്രാർത്ഥനാ ഗോപുരത്തിൻ്റെ ഉള്ളിലായിരിക്കണം. 2 നിലയുടെ മുകളിലാണെങ്കിൽ അതൊരു പ്രാർത്ഥനാ ഗോപുരമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊരു വർത്തമാനം പറഞ്ഞ് 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ അത് തെന്നിപ്പിരിയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ? നമ്മളിങ്ങോട്ട് വരുമ്പം തന്നെ കൊച്ചു നേരെ ഇടത്തോട്ട് പോവാണ്. നമ്മുടെ വരവ് കാണുമ്പോൾ തന്നെ എന്താ കാര്യം? ഒരു പ്രാർത്ഥനാ ഗോപുരത്തിൽ ഇരുന്ന് എൻ്റെ കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിരാവിലെ ഒരു അമ്മ എഴുന്നേക്കുകയാണ് വീട്ടിൽ. 4:30 എഴുന്നേക്കുന്ന അമ്മമാരുണ്ട്, 5 മണിക്ക് എഴുന്നേക്കുന്ന അമ്മമാരുണ്ട്. ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ എഴുന്നേക്കുകയാണ്. അവരാ ഭവനത്തെ പണിയുകയാണ്. 4:30 എഴുന്നേക്കുന്ന അമ്മ വിചാരിക്കുകയാണ്, ദൈവമേ അമ്പലത്തിൽ പാട്ട് പോലും വെച്ചില്ല, അതിനു മുമ്പ് ഞാൻ എഴുന്നേക്കേണ്ടി വന്നില്ല, എൻ്റെ എഴുന്നേപ്പ് എന്ന് തീരും എന്ന് വിചാരിച്ചാൽ അത് അനുഗ്രഹകരമായ കുടുംബജീവിതമായി തീരുകയില്ല. അതിരാവിലെ ഉണരുന്ന ഒരു അമ്മ, പിതാവ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ദൈവമേ, ഇന്ന് നിനക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്നോടുള്ള അരുളപ്പാടെന്താണ് എന്ന് ഭവനമാകുന്ന ആ പ്രാർത്ഥനാ ഗോപുരത്തിലിരുന്ന് മാതാപിതാക്കൾ ചോദിക്കണം. ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം, കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഗൗരവമായ ഒരു കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കൾ സംസാരിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോയി സംസാരിക്കണം. സ്വന്തം ബുദ്ധിയും മിടുക്കുമാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് 3 മിനിറ്റിനകം കൊച്ചു തെന്നിപ്പോവാണ്, വഴക്കാവുകയാണ്. പ്രാർത്ഥനാ ഗോപുരത്തിലിരിക്കണം. ചില രാത്രികളിൽ 2-3 മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം തെറ്റും, അല്ലേ? ഉറക്കം തെറ്റിയാൽ പിന്നെ എന്താണ് അവസ്ഥ? രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണും മിഴിച്ച് 1 മണിയാകുമ്പോൾ ഇരിക്കും. ഭാര്യ ചോദിക്കും, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. സ്ത്രീകൾ അങ്ങനെയൊക്കെ ഉറക്കം പോകാറില്ല. കാരണം അവർ പകലൊക്കെ ഭയങ്കര അധ്വാനമായിരിക്കും. അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. രാത്രി 1 മണിക്കൊക്കെ ഉറക്കം തെറ്റി ഇങ്ങനെ എഴുന്നേറ്റ് കണ്ണും മിഴിച്ചിരിക്കുമ്പോൾ എന്നെ ചെയ്യും? 2 ജാറ് വെള്ളവും കുടിച്ചിട്ട് പിന്നെയും കയറി കിടന്നാൽ പറ്റുമോ? സ്ഥിരമായി രാത്രിയിൽ സുഖമായി ഉറങ്ങുന്ന നിനക്ക് ഈ രാത്രിയിൽ ഉറക്കം പോയെങ്കിൽ എന്തുകൊണ്ട്? ഈ രാത്രിയിൽ നിന്നെ ഒന്ന് ഉണർത്തണമെന്ന് സ്വർഗം വിചാരിച്ചു എന്ന് കരുതണം. ഒരു ദൂതൻ നിന്നെ തട്ടിയിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ആര്? ഇസബേലിനെ പേടിച്ച് ഏലിയാവ്. പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി. ദൈവപുരുഷനാണ്, പക്ഷെ ഇസബേലിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോഴേക്കും പേടിച്ചു പോയി. ഇസബേൽ എന്നാ പറഞ്ഞ, നീ ഈ പ്രവാചകന്മാരെ തട്ടിയതുപോലെ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ചിലരുടെ സംസാരങ്ങൾ, ചിലരുടെ നോട്ടങ്ങൾ നമ്മളെ ഇരുത്തിക്കളയും. നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ, ചില വാർത്തകൾ അന്നത്തെ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. രാജാക്കന്മാർ 1:19 നമ്മൾ കാണുന്നു, ഇസബേലിൻ്റെ ഈ മെസ്സേജ് കിട്ടിയപ്പോൾ പ്രവാചകൻ തളർന്നുപോയി. ഇനി എനിക്ക് മരിച്ചാൽ മതി, ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ എന്നാണ്. വെറും ഉറക്കമല്ല കേട്ടോ, എബ്രായ ഭാഷയിൽ അതിന് യഷേൻ എന്നാണ് പറയുന്നത്. യഷേൻ എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയുറക്കമല്ല, ഡെഡ്ലി സ്ലീപ്പ്, മരണകരമായ ഉറക്കം. ഇനി എനിക്ക് എഴുന്നേൽക്കണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ നെല്ലിപ്പലകയും ഞാൻ കണ്ടുപോയി, ഇനി എനിക്കും വയ്യ.
ഈ ഉറക്കത്തിൽ ഞാനങ്ങ് മരിച്ചു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു കൊണ്ടുള്ള ഉറക്കം. അതാണ് യശേൻ, എലിയാവ് ഉറക്കിയ ഉറക്കം. പക്ഷെ അവിടെയും നിന്നെ കാണുന്ന ഒരു ദൂതനുണ്ട്. ദൂതൻ വന്ന് തട്ടി എന്നാണ് പറയുന്നത്. തട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്തൂടെ നടന്നു പോകുമ്പോൾ ഭാര്യ ഇങ്ങനെ നടന്നു വരുന്നു, ഒരു സന്തോഷത്തിന് ഇങ്ങനെ തോടുകൊണ്ട് തട്ടുന്ന തട്ടല്ല, അവളുടെ ദേഷ്യം കാണാൻ, അല്ലെ കൗതുകം കാണാൻ. കുഞ്ഞിനെ അടുത്ത് പിടിച്ച് താടിക്ക് തട്ടുന്ന തട്ടല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന തട്ട് എന്ന് പറഞ്ഞാൽ നഗ എന്നാണ് എബ്രായ പദം. എബ്രായ ഭാഷയിൽ നഗ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക്, അടിക്കുക. അടിച്ചു. രണ്ടാമത്തെ അർത്ഥം സ്മൈറ്റ്, കടിക്കുക, ഒരു തേള് കടിക്കുന്നത് പോലെ. വചനം നമ്മളെ കടിക്കണം, വചനം നമ്മളെ അടിക്കണം, ആരാധനാനുഭവങ്ങൾ നമ്മളെ രൂപപ്പെടുത്തണം. ദൂതനവനെ തട്ടി. മരണസമാനമായി ഉറക്കം. ജീവിതം ഒരു ഉണക്കറൊട്ടി പോലെ. തിയോളജിന്മാർ അങ്ങനെയാണ് പറയുന്നത്. എലിയാവിൻ്റെ ജീവിതം ഇറ്റ്സ് ലൈക്ക് എ സ്റ്റെയിൽ ബ്രെഡ്. സ്റ്റെയിൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഉണക്കറൊട്ടി. പണ്ടൊക്കെ പനി വരുമ്പോൾ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനമാണ് ഉണക്കറൊട്ടി, മൊരിച്ച റൊട്ടി. ബേക്കറികളിലൊക്കെ കിട്ടും, ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് മൊരിച്ച റൊട്ടി? അത് വെച്ച് ഒരുത്തണ്ട് എറിഞ്ഞാൽ അവൻ ചത്തുപോകും. അങ്ങനത്തെ കട്ടിയുള്ള യാതൊരു ഗുണമോ മണമോ രുചിയോ ഇല്ലാത്ത ഒരു സാധനം. അത് കഴിച്ചാൽ പനി മാറുമെന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങൾ മൊരിച്ച റൊട്ടി, ഉണക്കറൊട്ടി? പനി വരുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് ഈ മൊരിച്ച റൊട്ടി തിന്നുന്നത്. ജീവിതം ഉണക്കറൊട്ടി പോലെ വരണ്ട് ഗുണദായകമല്ലാതെ ഫലദായകമായി തീരുന്ന നിമിഷങ്ങളിലും നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൂതനുണ്ട്. എന്നിട്ട് എലിയാവിനോട് പറയുകയാണ്, കണ്ണിന്മേൽ ചുട്ടി ഒരു അടയും ഒരു തുരുത്തി വെള്ളവും അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണും. എലിയാവ് കണ്ടതുപോലെ അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കണം. ദൈവഭവനത്തിലേക്ക് വരണം. എന്നിട്ട് പറയുകയാണ്, എഴുന്നേൽക്കൂ, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടല്ലോ. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന ഫ്രോസ്റ്റിന്റെ പോയത്തിൽ വരികളുണ്ട്. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് and miles to go before I sleep, and miles to go before I sleep. കാനനം മനോഹരം ഇരുണ്ട അഗാധമെങ്കിലും എനിക്ക് അതീവ ദൂരമുണ്ട് ആ വിശ്രമം നടക്കുവാൻ. നീ ഇങ്ങനെ മരണസമാനമായി ഉണക്കറൊട്ടി പോലെ തളർന്നു കിടന്ന് ഉറങ്ങേണ്ടവനല്ല. ദൂതൻ നിന്നെ തട്ടിയിരിക്കുന്നു, വചനം നിന്നെ തട്ടിയിരിക്കുന്നു, ആരാധനാനുഭവങ്ങളും ഈ പെരുന്നാളും നിന്നെ കടിച്ചിരിക്കുന്നു. നീ എഴുന്നേൽക്കണം എന്ന് പറയുകയാണ്. നടുവിലൊരു പ്രാർത്ഥനാ ഗോപുരമായി നിൽക്കണം. പിന്നെന്ത് ചെയ്തു? ഒരു ചക്കും ഇട്ടു. ഏതാണ് ചക്ക്? യെരൂശലേം ദേവാലയത്തിലെ യാഗപീഠം തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും കാര്യം ചെയ്തു. ലക്ഷണമൊത്ത മുന്തിരിത്തോട്ടത്തിന് അനുയോജ്യമായതെല്ലാം യഹോവയാം ദൈവം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കാത്തിരുന്നു. കരുതി വെച്ചവന് കാത്തിരിക്കാൻ അവകാശമുണ്ട്. നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരു മനോഹര തോട്ടമായി യഹോവയാം ദൈവം കരുതി വെച്ചെങ്കിൽ അവന് കാത്തിരിക്കാൻ അവകാശമുണ്ട്. അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. അത്രേ ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കാട്ടുമുന്തിരിങ്ങ? കാട്ടുമുന്തിരിങ്ങയും മുന്തിരിങ്ങയാണ്. നമ്മുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാവരും ക്രിസ്ത്യാനിയാണ്, ഞാനും ക്രിസ്ത്യാനിയാണ്. കാട്ടുമുന്തിരിങ്ങയും ക്രിസ്ത്യാനിയാണ്, കാട്ടുമുന്തിരിങ്ങയും മുന്തിരിങ്ങയാണ്. എന്താ കാട്ടുമുന്തിരിങ്ങ? കണ്ടാൽ മുന്തിരി, കടിച്ചാൽ ചവർപ്പ്. കണ്ടാൽ മുന്തിരി, കടിച്ചാൽ ചവർപ്പ്. കണ്ടാൽ ക്രിസ്ത്യാനി, കടിച്ചാൽ ഒന്നിടപെട്ടാൽ, ഒന്നിടവക കാര്യത്തിൽ വന്നാൽ, അല്ലെങ്കിൽ പൊതുവിലെ ഒരു കാര്യത്തിൽ വന്നാൽ എന്താണ് പുറപ്പെടുവിക്കുന്നത്? ചവർപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനോട് എന്ത് ചെയ്യുമെന്ന് യഹോവയാം ദൈവം പറയുന്നു. ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കുക. ഞാനതിൻ്റെ വേലി പൊലിച്ചു കളയും, അത് തിന്നുപോകും, അതിൻ്റെ മതിലിടിഞ്ഞു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും, അതിനെ ശൂന്യമാക്കും, അതിൽ വള്ളിത്തല മുറിക്കുകയില്ല, മുള്ളും പറക്കാരെയും മുളയ്ക്കും. ചുറ്റും നോക്കിയാൽ ദൃഷ്ടാന്തമുണ്ട്. മതിലിടിഞ്ഞു പോകരുത്. മുന്തിരിത്തോട്ടം സൂക്ഷിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഇതേ ഉപമ വീണ്ടും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33 പറയുന്നു, കർത്താവ് പറയുന്നു, മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. യെശയ്യാവ് പറഞ്ഞ അതേ ഉപമ കർത്താവ് പറയുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ.
യെശയ്യാവ് എന്താണ് പറഞ്ഞു തുടങ്ങിയത്? പ്രിയതമൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്നാണ്. പഴയ നിയമം പ്രിയതമയുടെ കാലമാണ്. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ ആ കാലം കഴിഞ്ഞുപോയി, പ്രണയകാലം കഴിഞ്ഞുപോയി. പുതിയ നിയമത്തിൽ എന്ത് നടന്നു? പുതിയ നിയമത്തിൽ കല്യാണം നടന്നു. കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ സഭയൊത്ത് വിവാഹം ചെയ്തു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് യെശയ്യാവിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ പറയുകയാണ്, പ്രിയതമൻ മാറ്റിയിട്ട് പറയുകയാണ്, ഗൃഹസ്ഥനായൊരു മനുഷ്യൻ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഗൃഹസ്ഥൻ വന്നു. ഗൃഹസ്ഥൻ പറയുകയാണ്, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വേലി കെട്ടി, ചക്ക് കുഴിച്ചിട്ട് ഗോപുരം പണിതു. പിന്നെ ഒരു ടിസ്റ്റാണ്, കുടിയാന്മാരെ ഏൽപ്പിച്ചു. അവർ അതിനെ അന്യാധീനപ്പെടുത്തി കഴിഞ്ഞു. അയച്ചവരെ എല്ലാം തല്ലുകയും കൊല്ലുകയും ചെയ്തു. അവസാനം ഏകജാതനായ മകനെ അയച്ചു. അവനെ തോട്ടത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി കൊന്നുകളഞ്ഞോ തന്നെയാണ് പറയുന്നത്. കൊല്ലാനൊരുങ്ങാണ്. അതിനുമുമ്പ് പറയുകയാണ്, യെശയ്യാവ് 63:2 നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവ് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്ത്? അതാണ് ഞാൻ പറഞ്ഞത്. യെശയ്യാവ് ഒരു മഹാപ്രവചന പുസ്തകമാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യെശയ്യാവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്ത്? എന്താണ് മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ കുപ്പായത്തിൻ്റെ പ്രത്യേകത? പാലസ്തീനിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് രാവിലെ പോകുന്ന കൃഷിക്കാരനൊരു കുപ്പായമൊക്കെ എടുത്തിട്ട് അരയിൽ ഒരു തോൽവാറൊക്കെ കെട്ടി ഇങ്ങനെ പോകും. എന്തിനു വേണ്ടി? ഒരു വലിയ കുട്ടകത്തിൽ ഫലഭൂഷ്ടമായ മുന്തിരിങ്ങ എല്ലാം ഇങ്ങനെ നിറയ്ക്കും. ലോകത്തിലേക്ക് ഫലഭൂഷ്ടമായ മുന്തിരിയാണ് മധ്യപൂർവ്വദേശത്തെ മുന്തിരി. തൊട്ടാൽ ചാറ് തെറിക്കുന്നതാണ്. ഒരു കുട്ടകം നിറച്ചതിന് ശേഷം ഇയാൾ അതിലേക്ക് കയറി ചവിട്ടുമ്പോൾ ഈ മുന്തിരിയുടെ ചാറ് ഇയാളുടെ കുപ്പായത്തിലേക്കും മുഖത്തേക്കും എല്ലാം തെറിക്കും. ആ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ കുപ്പായം ചോര കൊണ്ട് നിറഞ്ഞതുപോലെ ആയിത്തീരും. സന്ധ്യയിൽ വീട്ടിലേക്ക് പകലത്തെ അധ്വാനം കഴിഞ്ഞ് കയറി വരുന്ന ഗൃഹനാഥനെ വീട്ടുകാർ കാണുമ്പോൾ ചോര നിറഞ്ഞൊരു മനുഷ്യനതാ കയറി വരുന്നു എന്ന് തോന്നും. യെശയ്യാവ് 63 തുടക്കത്തിൽ നമ്മൾ കാണുന്നു, അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ആർക്ക് വേണ്ടി? നമ്മുടെ കർത്താവ് ഏകനായി നമുക്ക് വേണ്ടി മുന്തിരിച്ചക്ക് ചവിട്ടി. ആരും അവനെ താങ്ങാനുണ്ടായിരുന്നില്ല, ആരും അവനെ നികുതി കൊടുക്കാനുണ്ടായിരുന്നില്ല, ആരും അവൻ ഭ്രാന്തനല്ലെന്ന് പറയാനുണ്ടായിരുന്നില്ല, ആരും അവൻ വിശന്നപ്പോൾ ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്കായിരുന്നു ചവിട്ടിയത്. അതാണ് യെശയ്യാവ് പറയുന്നത്, അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ ഇതുപോലെ ചുവന്നിരുന്നത് എന്ത്? അവൻ കാൽവറിയിൽ നമ്മൾ കാണുകയാണതല്ലേ. എന്തിനു വേണ്ടി അവൻ കാൽവറിയിലെ 3 ആണിമേൽ കയറി? ഒരു നാണക്കേട് തീർക്കാനുണ്ടായിരുന്നു. ഏത് നാണക്കേട്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ മുന്തിരിത്തോട്ടത്തിലെ നാണക്കേട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പുറകോട്ടുള്ള അധ്യായങ്ങളെല്ലാം ചരിത്രാതീത കാലമാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഏത് വർഷമാണ് നടന്നതെന്ന്. പിന്നീടുള്ളതിനൊക്കെ ചരിത്രപരമായ രേഖകളുണ്ട്. അപ്പോൾ ഉൽപ്പത്തി 12-ന് മുമ്പ് ആദ്യ മനുഷ്യന് ഒരു നാണക്കേടുണ്ട്, നഗ്നതയുടെ നാണക്കേട്. ആദാമിൻ്റെ നഗ്നതയുടെ നാണക്കേട്, നോഹയുടെ നഗ്നതയുടെ നാണക്കേട്, മനുഷ്യവർഗത്തിന് ആകമാനമുള്ള നാണക്കേട്, അനുസരണക്കേടിൻ്റെ നാണക്കേട്. അത് തീർക്കാൻ വേണ്ടിയാണ് അവൻ കാൽവറിയിലെ 3 ആണിമേൽ കയറിയത്. ആദിയിൽ നോഹ തൻ്റെ കൂടാരത്തിൻ്റെ പടപ്പ് തടിയുടെ ചുവട്ടിൽ നഗ്നനായി കിടന്നെങ്കിൽ ഇന്നിതാ ആ നാണക്കേട് തീർക്കാൻ അവൻ കാൽവറിയിൽ, മനുഷ്യപുത്രൻ കാൽവറിയിൽ 3 ആണിമേൽ ആ കുരിശാകുന്ന പടപ്പ് തടിമേൽ തൂങ്ങിക്കിടക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ ചോര നിറഞ്ഞ ചാലുകളുണ്ട്. അവൻ്റെ അല്പവസ്ത്രം, അവനും നഗ്നനാണ്. അവൻ്റെ അല്പവസ്ത്രം യെശയ്യാവ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ അവൻ്റെ ചോരയാൽ ചുവന്നിരിക്കുന്നു. അത് കണ്ടിട്ടാണ് മുന്നമേ യെശയ്യാവ് വിളിച്ചു ചോദിക്കുന്നത്, നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നത് എന്ത്? ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി? ആർക്കു വേണ്ടി അവൻ്റെ അല്പവസ്ത്രത്തെ അവൻ ചോരയാൽ ചുമപ്പിച്ചു? ആർക്കു വേണ്ടി? അത് പറഞ്ഞിട്ട് പോകണം വീട്ടിൽ. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി നിങ്ങൾ ഒഴുകി പറയരുതേ. അതാ നമ്മുടെ ഒരു ഗുണം. എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഞാനും അവനും തമ്മിലുള്ള കാര്യമാണ്. ആ വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് ഫലപ്രദമായൊരു അനുഭവമായിട്ട് മാറും. ഇന്ന് നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും പല അമ്മമാരും എന്നോട് പറയാറുണ്ട്,
കടിച്ച് പിടിച്ച് ജീവിക്കുകയാണ് അച്ഛാ. ഞാനിങ്ങനെ കടിച്ച് പിടിച്ച് ജീവിക്കുകയാണ്. ഈ അമ്മായിപ്പനും അമ്മായിമ്മയും ഒന്ന് പോയിട്ട് വേണം എനിക്ക് എൻ്റെ ഭർത്താവും പിള്ളേരും ഇല്ലായിട്ടൊന്ന് യാത്ര പോകാനോ സുഖമായിട്ടൊന്ന് ജീവിക്കാനോ ഒക്കെ. അപ്പോൾ അമ്മായിപ്പൻ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛാ, ഇവളുടെ കാലം കഴിയുമ്പോൾ, അതായത് മരുമോളുടെ കാലം കഴിയുമ്പോൾ എന്നെ ആര് നോക്കും? ഇതിന് വല്ലവും പ്രതിവിധിയുണ്ടോ? ഇതെല്ലാം ആരുടെ കയ്യിലാണ്? നാളെ രാവിലെ ആരുണ്ടെന്ന് ആർക്കറിയാം? അതല്ലേ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുക്കുലിയോൻ ചൊല്ലുമ്പോൾ ചൊല്ലുന്നത്, പുല്ലിന് തുല്യം നരനുടെ നാളുകൾ അഹോ. സ്പീഡിൽ ചൊല്ലുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. അതുകൊണ്ടൊരു ഗുണമുണ്ട് സ്പീഡിൽ ചൊല്ലിയാൽ. നിർത്തി ചൊല്ലിയാൽ പെരുവിരൽ മുതൽ തലമണ്ട വരെ ഒരു വെരുപ്പ് കയറും. പുല്ലിനു തുല്യം നരനുടെ നാളുകൾ അഹോ. അത് എഴുതിയ ആളുടെ അത്ഭുതമാണ്. അഹോ, അഹോ മീൻസ് അലാസ്. എഴുതിയ ആൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ചൊല്ലുന്നത് നമുക്ക് അത്ഭുതമില്ലെങ്കിലും. പുല്ലിന് തുല്യം, മനുഷ്യാതിൻ്റെ നാളുകൾ പുല്ലിന് തുല്യമാണ്. തിരിഞ്ഞു നോക്കുക, നീ മനുഷ്യനാണ്. ഓർക്കുക, നീ മരിക്കും. മരിക്കുമ്പോൾ എന്ത് നമ്മൾ കൊണ്ടുപോകും? SIP കൊണ്ടുപോവോ? നിക്ഷേപം, മ്യൂച്വൽ ഫണ്ട് കൊണ്ടുപോവോ? റബ്ബർ തോട്ടം കൊണ്ടുപോവോ? കപ്പക്കാല കൊണ്ടുപോവോ? ഇതെല്ലാം മേടിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഒരു നാരങ്ങാ വെള്ളം കുടിക്കാതെ, ഒരു ഓട്ടോറിക്ഷ പിടിക്കാതെ 70-80 കൊല്ലം ജീവിച്ചിട്ട് ഇതെല്ലാം വിട്ടിട്ട് പോവുകയാണ്. ഒന്നും കൊണ്ടും സാധിക്കത്തില്ല. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടന്നു കഴിഞ്ഞപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ആളുകൾ വായു വില്ലിക്കും, തൊണ്ടയിൽ കഫം നിറയും, വലിയ പ്രയാസമാണ്. അപ്പോൾ പ്രായം ചെന്ന ആളുകളൊക്കെ കാണാൻ വരുമ്പം പറയും, ഇച്ചിരി എന്ത് കൊടുക്കണം? അരിഷ്ടത്തിനകത്തോട് ഇച്ചിരി എന്താ അരച്ചു കൊടുക്കണം? ദശമൂലാധികത്ത് എന്നെ അരയ്ക്കണം? വായുഗുളിക. വായുഗുളിക അവസാനത്തെ പ്രതിവിധിയാണ് വായുഗുളിക. അതങ്ങോട്ട് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്നും പറഞ്ഞ് ഇന്ന് രാത്രി പോയി അരച്ച് കൊടുക്കരുത്. അങ്ങനെയൊന്നും പോകത്തില്ല. ഒരു വായുഗുളിക കുപ്പിക്ക് എത്രയും നീളം കാണും? ഇത്രയും നീളം, ഇത്രയും നീളം. അന്നും ഇന്നും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും പ്രൊഡക്റ്റ് ഡിസൈനിൽ മാറ്റം വരാത്ത ഒറ്റ സാധനമേ ഉള്ളൂ, വായുഗുളിക. അതിനകത്തെ സാധനത്തിന് മാറ്റമില്ല, കുരുമുളക് പോലെ ആ കുപ്പിക്ക് മാറ്റമില്ല. കാരണം ആവശ്യക്കാരനുണ്ട്. പിന്നെന്തിനാ പ്രൊഡക്റ്റ് മാറ്റുന്നേ? ആവശ്യക്കാരനുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, അത് പഴയ രീതി വെച്ചാൽ മതി, ഓടി വന്ന് മേടിച്ചോളും. അതുകൊണ്ടല്ലേ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്. അതിന് പോകുന്ന പോക്കാണ്. വായുഗുളിക കുപ്പിക്ക് ഇത്രയും നീളം, അതിൻ്റെ അടപ്പിനോ ഇത്രയും നീളം. ഒരു കറുത്ത ഒരടപ്പ് എല്ലാ ആൾക്കാരുടെ കയ്യിലും കാണും. അത് അമ്മച്ചിമാരുടെയൊക്കെ കൈ കാണും. അപ്പോൾ അപ്പച്ചൻ വിചാരിക്കുകയാണ്, ഞാൻ ഈ നാരങ്ങാ വെള്ളം കുടിക്കാതെ, ഓട്ടോ വിളിക്കാതെ, ഈ കപ്പക്കാലും റബ്ബർ തോട്ടവും ഈ വലിയ വീടും എല്ലാം പണിതിട്ടിട്ട് അവസാനം എനിക്ക് ഇവന്മാർ തരുന്നത് എന്താണ്? 2 വായുഗുളിക. ദശമൂലാരിഷ്ടത്തിൽ അരച്ച്, അരിഷ്ടത്തിൻ്റെ പേര് വരെ ഇവിടെ അമ്മച്ചി പറഞ്ഞു. അതിനകത്ത് അരച്ചാണ്. ദശമൂലം വേണമെന്നില്ല, ഉള്ള അതിനകത്തെങ്കിലും അരച്ചാലും മതി. വായുഗുളിക ആയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവസാനം എനിക്ക് തരുന്നത് എന്താണ്? ഇത്. അപ്പോൾ അപ്പച്ചൻ വിചാരിക്കണം, എന്തായാലും ഞാൻ പോവുകയാണ്, എന്നാൽ പിന്നെ വായുഗുളികയുടെ അടപ്പ് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കൈ പിടിച്ച്, അതെടുത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ച്, ആ പിടിച്ച പിടിയാലേ പോയി. മക്കൾ അവസാനം കുളിപ്പിക്കാനായിട്ട് എടുത്തു. കുളിപ്പിച്ചെല്ലാം വരുമ്പോൾ ഒരു കൈ മാത്രം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരോർത്ത് ഇത് വല്ല മോതിരമോ അരിഞ്ഞാണോ വല്ല ആണോ ഇങ്ങനെ ആവേശത്തോടെ മുറുക്കി പിടിച്ചിരിക്കുന്നത്. ബലമായിട്ടിങ്ങനെ കൈവിടർത്തിയപ്പോൾ വായുഗുളിക കുപ്പിയുടെ അടപ്പ്. ഇതും കൊണ്ടാണോ പോയത്? ചോദ്യം. നീ അവസാനം അരച്ച് കലക്കി കുടിക്കുന്ന വായുഗുളിക കുപ്പിയുടെ അടപ്പ് പോലും നിനക്ക് കൂട്ടുവരികയില്ല. പുല്ലിന് തുല്യം നരനുടെ നാളുകൾ അഹോ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. ചുമ്മാ അതൊന്നുമല്ല, ചുമ്മാ രസത്തിന് പാടാനല്ല എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ ആരെന്നോ ഇന്ന് രാത്രിയിൽ ആരെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും കൂടെ പോയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാവുന്നൊരു കാലമില്ല. ഉള്ളവരെ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഭവനം ഫലപ്രദമായ മുന്തിരിത്തോട്ടം. ചില വീടുകളിലേക്കൊക്കെ ചെന്നാൽ ഷെൽഫിലെല്ലാം ഇങ്ങനെ ഡിന്നർ സെറ്റുകളും സ്പൂണുകളും ഫോർക്കുകളും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ക്രോക്കറി ഷെൽഫ്. വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രമോ ഏത് പാത്രത്തിലാ? ഉറക്കെ പറയൂ. സ്റ്റീൽ പാത്രം. കെട്ടിയോനും കുട്ടിക്കും പട്ടിക്കും എല്ലാം സ്റ്റീൽ പാത്രം. ഒരേ സ്റ്റീൽ പാത്രം. മാറിപ്പോയില്ലെങ്കിൽ അത്ഭുതം, മാറിയാൽ പട്ടിക്ക് കിട്ടിയത് റൗണ്ട് ചെയ്ത് വരും. എന്തിനാണ് ഈ പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്?
ചോദിച്ചു. അപ്പം പറയുകയാണ്, ആരെങ്കിലും വരും. ആര് വരാൻ? നീ തന്നെ ഈ വീട്ടിൽ വന്നിട്ട് 10-30 കൊല്ലമായില്ലേ. ജീവനിൽ പേടിയുള്ള ആരെങ്കിലും പിന്നെ ആ വഴി വന്നിട്ടുണ്ടോ? ആര് വരാൻ? ഇന്ന് ചെന്ന് 4 പാത്രമെടുത്ത് കഴുകി ഭർത്താവിൻ്റെയും അമ്മായിപ്പൻ്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ കൂടെ നല്ല ഭക്ഷണം കഴിക്കുക, ഏരയുടെ സെറ്റൊക്കെ. വേറൊരു അലമാരിയുണ്ട്, ബെഡ്ഷീറ്റുകളെല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ്. വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റോ? ഇതെന്തിനാണ് ഈ ബെഡ്ഷീറ്റുകളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ പറയുകയാണ്, ആശുപത്രിയിൽ പോകുമ്പോൾ വിരിക്കാം. ആശുപത്രിയിൽ പോകുമ്പോൾ വിരിക്കുക. ശലോമോൻ പറയുന്നുണ്ട്, നീ ഭയക്കുന്നത് നീ ഭരിക്കും. നീ നിന്റെ ഭർത്താവും പിള്ളേരും കൂടി ഒരു യാത്ര പോകുമ്പോൾ വിരിക്കാനാണെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഭവനം ഫലപ്രദമായ മുന്തിരിത്തോട്ടം. അവിടെ പ്രാർത്ഥനാ ഗോപുരത്തിൽ ഭവനത്തിലെ മാതാവായ പുരോഹിതയായ മാതാവ് നിൽക്കണം, പുരോഹിതനായ പിതാവ് നിൽക്കണം. ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഓരോ ദിവസവും ദൈവത്തോട് ചോദിച്ചെഴുന്നേൽക്കണം. ഇടയ്ക്കിടെ ഞാൻ ഉണരുന്നെങ്കിൽ ഒരു ദൂതൻ എന്നെ തട്ടിയിരിക്കും. വചനത്താൽ എഴുന്നേൽക്കുവാൻ, ആരാധനയാൽ ചാടി എഴുന്നേൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വചനം വായിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. യെരമ്യാ 15:16, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യെരമ്യാവ് പറയുകയാണ്, ഈസ് ഇറ്റ് ഈറ്റബിൾ? യെസ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് കഴിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അടിച്ച് ശരിപ്പെടുത്തിയെടുക്കാം. വെളുപ്പിനെ എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് വലിയ പാടുള്ള കാര്യമായിരുന്നു. ഇപ്പം എന്നാലും ആ പാട് മാറി കിട്ടി. ചിലവൻ പറയുന്നുണ്ട്, നീ ഭയക്കുന്നത് നിനക്ക് ഭവിക്കും അല്ലേ. ഇപ്പം വെളുപ്പിനെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കുഞ്ഞുനാളിൽ അമ്മച്ചി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. അമ്മച്ചി എൻ്റെ കിടക്കയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, മടിയാ നീ എത്ര നേരം കൈകെട്ടി കിടക്കും? കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും കഥകിൻ്റെ ചുഴുക്കുറ്റിയിൽ കഥക് കിടന്ന് തിരിയുന്നത് പോലെ നീ കട്ടിലിൽ കിടന്ന് തിരിയുന്നു. നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക. അത് കേട്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് അമ്മച്ചിയിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതാണ്. അപ്പോൾ വചനം കൊണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് തല്ലി ശരിപ്പെടുത്താം. വചനം അറിയാവുന്ന, വചനം വായിച്ച അമ്മമാരായിരിക്കണം. ഇന്ന് ഏത് സ്ക്രീനിൻ്റെ മുമ്പിലാണ് അമ്മമാർ സമയം ചിലവിടുന്നത്? വചനമാകുന്ന സ്ക്രീനിൻ്റെ മുമ്പിലാണോ? അതോ സംവിധാനം ചെയ്തവൻ മരിച്ചു പോയാലും തീരാത്ത TV സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ഒരു അമ്പയ്ക്ക് എന്ത് വചനമാണുള്ളത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലെ നിർണായകമായ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പനോടും ചോദിക്കും, അമ്മയോടും ചോദിക്കും. ആ ചോദ്യം ചോദിക്കാതെ ഒരു അപ്പനും അമ്മയ്ക്കും രക്ഷപ്പെടാൻ, ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പനോട് മോൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ചേർത്ത ബിടെക്കിന് ഞാൻ പോയി ചേർന്നു, 4 വിഷയത്തിന് തോറ്റു, സീനായി. തോറ്റൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ സീനായെന്നാണ് പറയുന്നത്. സന്തോഷം വരുമ്പോൾ വൈബായെന്നാണ് പറയുന്നത്. വൊക്കാബുലറിയൊക്കെ അറിഞ്ഞിരിക്കണം. ഞാൻ എന്തു ചെയ്യും? അപ്പന് പറയാനൊരു മറുപടി വേണം. ആ മറുപടി ഈ വചനത്തിലുണ്ട്. വചനം വായിക്കുന്ന അപ്പനാണെങ്കിൽ ആ ചോദ്യത്തിന് മകന് മറുപടി കൊടുക്കാം.